കുന്നൂഴി അസംബ്ലിയിൽ നിന്ന് കടന്നു വന്ന സുവിശേഷകൻ വർഗീസ് ജോൺ അങ്കിൾ പ്രാർത്ഥനയിൽ നമ്മെ നയിക്കുന്നതായിരിക്കും. ഇന്നത്തെ മീറ്റിംഗിന്റെ അവസാനം പ്രിയ ആൻഡ്രൂസ് അങ്കിൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഇന്നത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കും. എല്ലാവർക്കും ശ്രദ്ധയോടിരിക്കാം. കർത്താവിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും സ്വർഗസ്ഥനുമായ പരമപിതാവാം ദൈവമേ, ഈ മനോഹരമായ സായാഹ്നത്തിനായിട്ട് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിവിധ സഭകളിൽ നിന്നും വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ഈ സ്ഥലത്തെ സന്നിഹിതരാകുവാൻ അവിടുന്ന് സഹായിച്ച വലിയ കൃപയ്ക്കായി ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 2 രാത്രികളിലെ ഇവിടെ അനുഗ്രഹകരമായ രീതിയിൽ വചനം പ്രഘോഷിക്കുന്നതിന് അവിടുത്തെ ദാസനെ അവിടുന്ന് എടുത്ത് ഉപയോഗിച്ചതോർത്ത് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയും കടന്നു വന്നിരിക്കുന്ന ജനതയുടെ അനുസൃതമായ രീതിയിൽ ദൈവവചനം പ്രഘോഷിക്കുവാൻ അവിടുത്തെ ദാസനെ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് ഞങ്ങൾ ഈ അവസരം പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ആ ദൈവസ്നേഹമാണ് ഞങ്ങളെ ഇന്നിവിടെ കൂടുവാൻ അവിടുന്ന് ഇടയാക്കിയിരിക്കുന്നത്. ആ ദൈവസ്നേഹം കാലാകാലങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ രുചിച്ചറിയുവാൻ ഞങ്ങൾക്കിടയായി ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിലെ കുരിശിൽ പരമയാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിനായിട്ട് ഞങ്ങൾ നന്ദിയോട് തിരുനാമത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവനിലൂടെ മാത്രം ലഭ്യമാകുന്ന നിത്യജീവന് ഞങ്ങൾ അവകാശികളായി തീരുവാൻ അവിടുന്ന് സഹായിച്ചതോർത്ത് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ആത്മിക ജീവിതത്തിന് ഉപയുക്തമായ രീതിയിൽ അനുഗ്രഹകരമായ രീതിയിൽ ദൈവവചനം പ്രഘോഷിക്കുവാൻ അവിടുത്തെ ദാസനെ ഈ രാത്രി എടുത്ത് ഉപയോഗിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ഏവർക്കും അത് അനുഗ്രഹമായി തീരുവാൻ സഹായകം ആയിത്തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശിഷ്യ യേശു ക്രിസ്തുവിനെ ഇതുവരെയും ജീവിതത്തിൽ സ്വീകരിക്കാത്തവരായി ആരെങ്കിലും ഈ രാത്രി ഇവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിലെ ഒരു അവിസ്മരണീയമായ ദിനമാക്കി ഈ ദിവസത്തെ മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്രകാരമുള്ള വ്യക്തികൾ മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്നുള്ള യാഥാർത്ഥ്യം ഈ രാത്രിയിൽ മനസ്സിലാക്കുകയും അതിനനുസൃതമായി തങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുകയും ചെയ്യുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗിന്റെ ആദ്യോടന്തം അവിടുത്തെ മഹനീയ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ വിനീതമായി അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. മാനവും മഹത്വം എല്ലാം അവിടുന്ന് തന്നെ എടുത്തുകൊള്ളണമെന്ന് യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ വിനയമായി അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണമേ. ആമേൻ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഈ സന്ധ്യാസമയം ഈ സഭാ ഹാളിൽ ഇപ്രകാരം കൂടി വരുവാൻ ഞങ്ങൾക്ക് തന്ന സാവകാശത്തിനും സൗകര്യത്തിനുമായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പോങ്ങുമൂട് ഹെബ്രോൻ ക്രിസ്ത്യൻ അസംബ്ലി ക്രമീകരിച്ചിരിക്കുന്ന ബൈബിൾ പ്രഭാഷണങ്ങളുടെ 3ാമത്തേതും ഒടുവിലത്തേതുമായ രാത്രിയിലേക്ക് ഞങ്ങൾ ഇത്രയും പേരെ കൂട്ടിക്കൊണ്ടുവന്നതിനാൽ സ്തോത്രം. കഴിഞ്ഞ 2 രാത്രികളിലും കർത്താവെ, അങ്ങയുടെ ദാസനും ഞങ്ങളുടെ കൂട്ടു സഹോദരനുമായ സുശേഷൻ ജെയിംസ് തോമസിൽ കൂടെ അങ്ങയുടെ വചനം ഞങ്ങളെ കേൾപ്പിച്ചതിനാൽ സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായി വചനം ശുശ്രൂഷിപ്പാൻ ഞങ്ങളുടെ ദാസന് കൃപ കൊടുത്തു. ഇന്നും അങ്ങയുടെ വചനവുമായിട്ട് ഞങ്ങളുടെ ദാസനെ ഞങ്ങളുടെ മധ്യത്തിൽ അയച്ചിരിക്കുന്നതിനാൽ സ്തോത്രം. ഞങ്ങൾ കൂടി വന്ന സമയം മുതൽ ഇതുവരെയും അവിടുത്തെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. അനുഗ്രഹീതമായ ആത്മീക വർധനവുണ്ടാക്കുന്ന ഗാനങ്ങൾ ആലപിക്കുവാൻ തക്കവണ്ണം ഈ സ്ഥലം സഭയിലെ കുഞ്ഞുങ്ങളെ യുവതിയുവാക്കന്മാരെയൊക്കെ സഹായിച്ചതിനാൽ സ്തോത്രം. അത് കേട്ട് ഞങ്ങൾ സന്തോഷിക്കുകയും അങ്ങേക്ക് സ്തോത്രങ്ങൾ അർപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. ഇനിയുമുള്ള സമയം ദൈവ വചന കേൾവിക്ക് വേണ്ടി ഉള്ളതാണല്ലോ. കർത്താവെ, അങ്ങയുടെ വചനം തേൻകട്ടേക്കാളും മാധുര്യമേറിയതാണ് ഞങ്ങൾ വായിക്കുന്നു. അതേസമയം തന്നെ അതിരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഞങ്ങളുടെ ഹൃദയങ്ങളുടെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകയാൽ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെയുള്ള ഞങ്ങളുടെ വചനത്തിന് മുൻപാകെ ഞങ്ങൾ ഇരിക്കുമ്പോൾ കർത്താവെ, ശരിയായ മനോഭാവം
സഹായിക്കണം. യഹോവയെ അരുളിച്ചെയ്യുന്നു, അടിയൻ കേൾക്കുന്നു എന്ന മനോഭാവത്തോടെ ഞങ്ങൾ എല്ലാവരും ഇരിപ്പാൻ സഹായിക്കണം. ഞങ്ങൾ ധാരാളം വചനം കേൾക്കുന്നവരാണ്. എന്നാൽ വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് ഞങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ അനുസരിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നവരായി ജീവിപ്പാൻ ഞങ്ങളെ അധികം സഹായിച്ചാട്ടെ. ഇന്ന് കേൾക്കുന്ന വചനം നല്ല നിലത്ത് വീണ വിത്ത് പോലെ 30, 60, 100 മേനി ഫലം പുറപ്പെടുവിക്കാൻ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ വചനം അത് സ്വർഗത്തിൽ നിന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനമാണ്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും ഒരിക്കലും ഒഴിഞ്ഞു പോകാത്ത വചനമാകിയാൽ സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ വചനമാകുന്ന കണ്ണാടിയുടെ മുമ്പിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെ കണ്ട് ഉണരുന്നതിനും തെറ്റുകൾ തിരുത്തുന്നതിനും പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിനും രാത്രിയിൽ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചനം കേൾക്കുന്നവരിൽ ഇത്രയും നാൾ കർത്താവെ അങ്ങ് രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാനും വിശ്വാസികൾ ആത്മീയമായി ശക്തിപ്പെടുവാനും എല്ലാം അങ്ങ് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കടന്നു വന്നത് ഞങ്ങൾക്ക് പ്രയോജനമായി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സന്തോഷത്തോടെ പോകാൻ സഹായിച്ചാട്ടെ. ശബ്ദത്തെയും വെളിച്ചത്തെയും വീഡിയോ റെക്കോർഡിങ്ങിനെയും അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളെയും ഞങ്ങളുടെ ബലമുള്ള കരങ്ങളിലേക്ക് പരമേൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും വിശേഷാൽ വചനം ശുശ്രൂഷിക്കുന്ന ഞങ്ങളുടെ ദാസനെ ഒരിക്കൽ കൂടെ തൃക്കരങ്ങളിലേക്ക് വീണ്ടും പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ പ്രാർത്ഥന സ്വർഗം ശ്രദ്ധ വെച്ച് കേട്ടതിനാൽ സ്തോത്രം. മാനവും മഹത്വവും എല്ലാം അങ്ങേക്ക് മാത്രം ഇരിക്കട്ടെ. എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. സ്നേഹ വന്ദനങ്ങൾ അറിയിപ്പാൻ അതിയായ സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും ദൈവ വചന ശുശ്രൂഷയിൽ അനേക ഇടങ്ങൾ നിൽക്കുന്ന കർത്താവിന്റെ ബഹുമാനപ്പെട്ട ദാസൻ പ്രിയ വർഗീസ് ജോണച്ചാനെ ഇന്ന് ഇവിടെയും കാണുവാൻ കഴിഞ്ഞതിലേറെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസനെ അനേക ഇടങ്ങളിൽ ഉപയോഗിക്കുന്ന കൃപയ്ക്കായി ചിലയിടങ്ങൾ ഞങ്ങൾക്ക് ഒരുമിച്ച് ശുശ്രൂഷിപ്പാൻ ലഭിച്ചിട്ടുള്ള ഭാഗ്യത്തിനായി. അത് പറയുമ്പോൾ എൻ്റെ പപ്പയും അദ്ദേഹത്തിൻ്റെ പിതാവും കർത്താവിൻ്റെ വേലയിൽ ഒരുമിച്ച് പല സ്ഥലങ്ങളിലൊക്കെ നിന്ന് ആ നല്ല ഓർമ്മകൾക്കായിട്ടൊക്കെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്ന ദൈവകൃപയ്ക്കായി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ പറഞ്ഞ സഹോദരങ്ങളും പ്രാർത്ഥിച്ച പ്രിയപ്പെട്ടവരുമൊക്കെ ഓർത്തതുപോലെ കഴിഞ്ഞ 2 രാത്രിയിലും അവിടുത്തെ കൃപ നമുക്ക് ധാരാളമായിട്ട് സ്വർഗം തന്നു. ഇന്ന് രാത്രിയിലും ആ കൃപയിൽ നമ്മൾ ആശ്രയിക്കുകയാണ്. നമ്മുടെ ഒന്നുമില്ല, അത് ദൈവത്തിൻ്റെ കൃപയാണ്. നമ്മൾ പഠിക്കുന്ന വിഷയത്തിൻ്റെ സമാപന രാത്രിയിൽ ഞാൻ പറഞ്ഞതുപോലെ പഠനം പൂർണ്ണമൊന്നുമല്ല. ദൈവം തരുന്ന സമയപരിധിയിൽ ദൈവം തരുന്ന ചിന്തകളും അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അനുവാദത്തോടു കൂടെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. തുടർന്നുള്ള മിനിറ്റുകളിലും നമുക്ക് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് എനിക്ക് സാവകാശം തന്ന ഈ സ്ഥലം സഭയോട്, നിറഞ്ഞിരിക്കുന്ന ഈ സദസ്സിനോട്, നിങ്ങളെല്ലാവരോടും ദൈവനാമത്തിലുള്ള സ്നേഹം അറിയിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ വിഷയം എന്താണ് എന്ന് നമുക്കറിയാം. എന്തായിരുന്നു? സൂക്ഷ്മതയോടെയുള്ള ക്രിസ്തീയ ജീവിതത്തിന്റെ, ഞാനൊരു കാര്യം എല്ലാ രാത്രിയിലും ആവർത്തിച്ചിരുന്നു എന്നതാ, ഇത് പഠനമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഒരു സഹായം, ഒരു പ്രതികരണം അത് ആവശ്യമാണ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. സൂക്ഷ്മതയോടെയുള്ള ക്രിസ്തീയ ജീവിതത്തിന്റെ 3 തലങ്ങൾ എന്നുള്ളത് നമ്മൾ ഓർക്കുകയുണ്ടായി. ആ സൂക്ഷ്മത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഓർത്തതാണെങ്കിലും കഴിഞ്ഞ 2 രാത്രികളില്ലാത്ത പല പ്രിയപ്പെട്ടവരുള്ളത് കൊണ്ട് ഒരു വാക്കിൽ ഞാനത് പറയട്ടെ. സൂക്ഷ്മത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജാഗ്രത എന്നുള്ളതാണ്. നാം യോഹന്നാന്റെ 1-ാം ലേഖനത്തിലെ 2 വാക്യങ്ങളിൽ നിന്ന് 2 പ്രയോഗങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ പറയുകയുണ്ടായി. പാപം വരാതെ നമ്മെ തന്നെ സൂക്ഷിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, ജാഗ്രത എന്ന് പറയുന്നത്. നാം സങ്കീർത്തനത്തിൽ ഓർത്തതുപോലെ ദൈവം മുൻപാകെ അകത്യം ചെയ്യാതെ നമ്മളെ തന്നെ
നിഷ്കളങ്കമായി ദൈവത്തിന് പ്രസാദമായി പാപത്തിൽ നിന്ന് മനഃപൂർവമായി അകലം പാലിക്കുന്നതിനെയാണ് സ്വർഗം നിഷ്കളങ്കത എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിലും നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ദൈവം പ്രസാദിക്കണമെങ്കിൽ മനുഷ്യര് നന്നായി എന്ന് പറയുന്നതിൽ കാര്യമില്ല, അതൊരു ഭാഗം മാത്രമേ ഉള്ളൂ. നമുക്ക് തന്നെ നല്ലതായി എന്ന് തോന്നുന്നതിലും വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ സകലത്തെയും അറിയുന്ന സ്വർഗത്തിലെ തമ്പുരാൻ നമ്മളെ പരിശോധിക്കുമ്പോൾ നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദമാകണമെങ്കിൽ ജീവിതത്തിന്റെ സകല മേഖലകളിലും പാപത്തെ അകറ്റി നിർത്തുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകണം എന്നുള്ളത് നാം ഓർക്കുകയായിരുന്നു. അതിൽ ആദ്യത്തെ ഭാഗം ആരംഭിക്കേണ്ടത് കുടുംബത്തിൽ നിന്നാണ്. ഞാൻ വിശദീകരിക്കുന്നില്ലെങ്കിലും 101-ാം സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്തിൽ നമ്മൾ ഓർത്തതുപോലെ എന്തായിരുന്നു സങ്കീർത്തനക്കാരൻ പറഞ്ഞത്? ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. അപ്പൊ വീട്ടിലേക്ക് തിരികെ വരണം. വീട്ടിൽ പറയുന്ന വാക്കുകൾ, വീട്ടിലെ ചിന്തകൾ, വീട്ടിൽ സ്വാഭാവികമായി സംഭവിക്കാൻ സാധ്യതയുള്ള വീഴ്ച എന്ന് പറയുന്നത് എൻ്റെ വീടാ, എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും എന്ന് പറയുന്നവരിൽ ദൈവത്തിന് പ്രസാദം ഇല്ല. കാരണം കുടുംബത്തെ സ്ഥാപിക്കുന്നത് സ്വർഗത്തിലെ തമ്പുരാനാണ്. അതുകൊണ്ട് വീട്ടിൽ ശരിയായി ജീവിക്കാത്ത ഒരാൾക്ക് സമൂഹത്തിലോ സഭയിലോ നിവർന്നു നിൽപ്പാനോ ദൈവ ശുശ്രൂഷ ചെയ്യുവാനോ യോഗ്യതയില്ല എന്നുള്ളത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളോട് പോലും ദൈവം മുൻപാകെ നാം പെരുമാറേണ്ടത് എങ്ങനെയാണ് എന്ന് നാം ദീർഘമായ നിലയിൽ സമയപരിധിയിൽ ഓർത്ത വിഷയമാണ്. രണ്ടാമതായിട്ട് നമ്മൾ ഓർത്തതുപോലെ സമൂഹത്തിൽ ജീവിക്കുന്ന കാര്യത്തെക്കുറിച്ച് പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗമാണ് നമ്മൾ എടുത്തത്. അവരുടെ ഇടയിൽ, ആരുടെ ഇടയിൽ? നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കുന്ന ജാതികളുടെ ഇടയിൽ, നിങ്ങൾ നന്മ ചെയ്യുമ്പോഴും നിങ്ങളെ ദുഷിക്കുന്നവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണമെന്ന് പ്രബോധിപ്പിക്കുന്ന അപ്പോസ്തലനായ പത്രോസിനെ നമ്മൾ കാണുകയുണ്ടായി. ഞാൻ വിശദീകരിക്കുന്നില്ലെങ്കിലും ഇങ്ങനെ പറയട്ടെ, അവരെങ്ങനെയാണ് ജീവിച്ചത്, അവരുടെ പ്രതിബന്ധങ്ങൾ എന്താണ് എന്നും നമ്മൾ ഓർക്കുകയുണ്ടായി. ആ പ്രതിബന്ധങ്ങളുടെ മധ്യത്തിൽ വളരെ കൃത്യമായ അനുസരണം സ്വർഗം അവരിൽ നിന്ന് ആവശ്യപ്പെട്ടെങ്കിൽ നമ്മളോടും ദൈവത്തിന് കോംപ്രമൈസ് ഒന്നുമില്ല. നമുക്ക് അനുരഞ്ജനപ്പെടാൻ സാധിക്കയില്ല, സമരസപ്പെടാൻ സാധിക്കയില്ല. നാം ദൈവം മുൻപാകെ ഏത് സാഹചര്യത്തിലും സമൂഹത്തിൽ നമ്മുടെ നടപ്പ് നന്നായിരിക്കണമെന്നുള്ളത് കർത്താവ് ഓർമ്മപ്പെടുത്തിയതാ. അബ്രഹാമിനെ നമ്മൾ കണ്ടു, ഫിലിപ്പോസിനെ കണ്ടു. നാം ഓർത്തതുപോലെ ഫിലിപ്പോസ് ശമര്യ പട്ടണത്തിൽ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ ഒരു വാക്ക് നമ്മൾ ഓർക്കുകയുണ്ടായി. എന്തായിരുന്നു? അവർ ഫിലിപ്പോസിനെ വിശ്വസിച്ചപ്പോൾ അവർ രക്ഷിക്കപ്പെട്ട സ്നാനമേറ്റു. ആരെ വിശ്വസിച്ചപ്പോൾ? ഫിലിപ്പോസിനെ വിശ്വസിച്ചപ്പോൾ. ആരെയാ വിശ്വസിക്കേണ്ടത്? ക്രിസ്തുവിനെയാ. പക്ഷേ ഫിലിപ്പോസിനെ വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ താൻ പ്രസംഗിച്ച സുവിശേഷത്തിന് അനുസൃതമായുള്ള ജീവിതം ആ ഫിലിപ്പോസിനെ ശ്രദ്ധിച്ച ശമര്യ പട്ടണത്തിലുള്ളവർക്ക് കാണുവാൻ കഴിഞ്ഞപ്പോൾ അവന്റെ ജീവിതവും പ്രസംഗവും ഒന്നായി തീർന്നപ്പോൾ അനേകർ രക്ഷിക്കപ്പെട്ട, എന്തിനധികം പറയുന്നു, ആഭിചാരം ചെയ്തവർ പോലും ദൈവത്തിന്റെ മാർഗത്തിലേക്ക് വന്ന് അവർ വിശ്വാസ സ്നാനമേറ്റ് പ്രാദേശിക സഭയോട് ചേരുന്ന അനുഗ്രഹീതമായ ചരിത്രമാണ് നമ്മൾ കണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തില്ല? ഒഴിവ് കഴിവൊന്നുമില്ല. നമ്മുടെ പരാജയം എന്ന് പറയുന്നത് നമ്മുടെ പ്രസംഗവും നാം പറയുന്ന സുവിശേഷവും നാം സമൂഹത്തിൽ പറയുന്ന വാക്കുകളും നമ്മുടെ ജീവിതവും തമ്മിൽ ഒത്തുവരാത്തത് കൊണ്ട് ഞാൻ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ, അനേക ഇടങ്ങളിൽ സുവിശേഷത്തെ പരാജയപ്പെടുത്തുന്നത് ദൈവമക്കളാണ്. അവരുടെ ജീവിതത്തിന്റെ ശരിയില്ലായ്മ, ജീവിതത്തിന്റെ സാക്ഷ്യക്കുറവ്, അവരുടെ ജീവിതത്തിന്റെ പരാജയങ്ങൾ ദൈവം മുൻപാകെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കാതെ ഘോരം പ്രസംഗിക്കുകയും ജീവിതത്തിൽ യാതൊരു യാഥാർത്ഥ്യ ബോധവുമില്ലാതെ ജീവിക്കുമ്പോൾ നാം കണക്ക് കൊടുക്കേണ്ടവരാണ്. സമൂഹത്തിലെ ജീവിതത്തിൽ നാം ദൈവത്തോട് മറുപടി പറയേണ്ടവരാണ്. നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്നവർ നരകത്തിലേക്ക് പോകുമ്പോൾ അവരുടെ രക്തത്തിന്റെ കണക്ക് നാം കർത്താവിനോട് ബോധിപ്പിക്കേണ്ടുന്ന ഒരു ദിവസമുണ്ട് എന്നുള്ളത് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ഓർത്തതാണ്. ഇന്ന് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത് സഭയിലെ വിഷയമാണ്. അല്പ വ്യത്യസ്തമായ ചിന്തകളാണ് ദൈവം ഹൃദയത്തിൽ തന്നിട്ടുള്ളത്. ഞാൻ ആമുഖമായിട്ട് ഇങ്ങനെ പറയട്ടെ, ഈ
രണ്ട് വിഷയങ്ങൾ, കുടുംബത്തിലെ ജീവിതം, അതേപോലെ തന്നെ സമൂഹത്തിലെ ജീവിതം, അതേപോലെ തന്നെയോ അതിനേക്കാൾ ഏറെയോ അല്പം കൂടെ ഭയപ്പെടേണ്ടുന്ന, ശ്രദ്ധിക്കേണ്ടുന്ന ജീവിതമാണ് ദൈവസഭയുടെ ജീവിതം എന്ന് പറയുന്നത്. മറക്കരുത്, അത് വളരെ പ്രധാനപ്പെട്ടതാ. ഞാൻ ഒരു വാക്ക് ആമുഖമായി ഇങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുക. ദൈവത്തിന്റെ സഭയിൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്നതാ? നമ്മൾ ഇഷ്ടമുള്ളത് പറയുന്നവരെ കണ്ടിട്ടുണ്ട്. എനിക്കിഷ്ടമുള്ളത് പറയും. ഒരിക്കൽ ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇഷ്ടമുള്ളത് ചെയ്യും, നിങ്ങൾ ആരെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്ക. ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ ആരും കയ്യെ കയറി പിടിക്കാൻ വരത്തില്ല. ദൈവസഭയിൽ അയോഗ്യമായ കാര്യങ്ങൾ ചെയ്താൽ ദൈവദാസന്മാർ, ശുശ്രൂഷകന്മാർ പറയും. പക്ഷേ അത് കേൾക്കാതെ വന്നാൽ ബലപ്രയോഗം അവിടെയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് കാണുന്ന ദൈവസഭയാണ്. ഈ സഭയ്ക്ക് ഒരു യജമാനനുണ്ട്. ചരിത്രം പഠിച്ചു നോക്കിക്കോളൂ. ദൈവസഭയിൽ അയോഗ്യമായ ഒരു വാക്ക് പറഞ്ഞിട്ടുള്ളവർ പോലും കണക്ക് കൊടുക്കാതെ പോയ ചരിത്രം ദൈവസഭയ്ക്കില്ല, വിശുദ്ധ തിരുവെഴുത്തിനില്ല. അതുകൊണ്ട് ശക്തമായ നിലയിൽ ഞാൻ പറയട്ടെ, ഇന്ന് രാത്രിയിൽ നാം മറ്റേത് സ്ഥാനത്ത് പറയുന്നതിനേക്കാളും ഭയത്തോടെ വേണം സഭയിൽ സംസാരിക്കാൻ. മറ്റേത് സ്ഥലത്ത് പെരുമാറുന്നതിനേക്കാൾ യോഗ്യമായി വേണം ദൈവത്തിന്റെ സഭയിൽ നാം നടക്കാനായിട്ട്. നമ്മുടെ ജീവിതത്തിന്റെ സകല മേഖലകളും പരിശോധിക്കപ്പെട്ടുകൊണ്ട് വളരെ നിർമ്മലതയോടെ, ഹൃദയശുദ്ധിയോടെ വേണം ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ ശുശ്രൂഷിപ്പാൻ, ദൈവസഭയ്ക്കകത്ത് നാം നടക്കേണ്ടത്. അതിന് 2-3 കാരണങ്ങൾ, ഒത്തിരി കാരണങ്ങളുണ്ടെങ്കിലും ഞാൻ മനസ്സിൽ നിന്ന് 1-2 കാര്യങ്ങൾ മാത്രം ഒറ്റ വാക്കിൽ ഒന്ന് പറയട്ടെ. ദൈവത്തിന്റെ സഭയിലെ നടപ്പിന് സൂക്ഷ്മതയോടെ, ജാഗ്രതയോടെ ദൈവസഭയിൽ ജീവിക്കണമെന്ന് പറയാൻ അനേക കാരണങ്ങളുണ്ട്. ഞാൻ 1-2 കാരണങ്ങൾ വിശദീകരിക്കാതെ പറയാനായിട്ട് ആഗ്രഹിക്കുക. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം, ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 20 വേഴ്സ് 28, 20-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് സഭ ദൈവപുത്രന്റെ രക്തത്തിന്റെ സമ്പാദ്യമാണ്. അല്ലേ? അത് ദൈവപുത്രന്റെ രക്തത്തിന്റെ സമ്പാദ്യമാ. ഞാനിങ്ങനെ പറയട്ടെ, ദൈവത്തിന് മടിയിലിരുന്ന ഏകജാതനായ ഓമനകുമാരൻ ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് കാൽവരിയുടെ ക്രൂശില് അവിടുത്തെ അവസാനത്തെ തുള്ളി രക്തം വരെ നമ്മുടെ പാപത്തിന് ആ പ്രായശ്ചിത്തം വരുത്തുവാൻ ദൈവത്തിന് മറുവിലയായി കൊടുത്തുകൊണ്ട് സമ്പാദിച്ചവരുടെ കൂട്ടമാണ് ദൈവത്തിന്റെ സഭ. ആ സമ്പാദ്യത്തെ ദൈവം വിലയേറിയതായി കാണുകയാണ്. ഞാനൊരു കാര്യം പറയാം, നമ്മൾ സഭയിൽ അയോഗ്യമായി പെരുമാറിയാൽ, സഭയിൽ നേരെ ചൊവ്വേ നടക്കാതിരുന്നാൽ, സൂക്ഷ്മതക്കുറവുണ്ടായാൽ, ജാഗ്രതക്കുറവുണ്ടായാൽ, ദൈവം അതിനെ, സ്വർഗത്തിന്റെ കോടതി അതിനെ ഏറ്റവും വലിയ കുറ്റങ്ങളിലൊന്നായി കാണും. കാര്യം എന്നാണെന്നറിയാമോ? ഇതിൽ വന്നിട്ടുള്ള ഓരോ വ്യക്തികൾക്കും വേണ്ടി സ്വർഗം കൊടുത്ത വില, ദൈവപുത്രന്റെ വില നിർണയിപ്പാൻ കഴിയാത്ത ചങ്കിലെ പരിശുദ്ധമായ രക്തത്തിന്റെ അവസാന തുള്ളി വരെയാണ്. ദൈവം അതിനെ വളരെ പ്രാഗൽഭ്യത്തോടെ കാണുകയാണ്. ചിന്തകൾക്ക് തീ പിടിക്കുന്നുണ്ട്. പത്രോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നു, ഈ രക്ഷയിലേക്ക് ദൈവത്തിന്റെ ദൂതന്മാരെന്ത് ചെയ്യുന്നു? കുനിഞ്ഞു നോക്കുന്നു. താങ്ക് യു. ഈ രക്ഷയിലേക്ക് ദൈവത്തിന്റെ ദൂതന്മാർ കുനിഞ്ഞു നോക്കുന്നു. ഞാനതിനെ ഇങ്ങനെ പറയട്ടെ, ഗോഡ്സ് ഏഞ്ചൽസ്, ദേ ആർ വാച്ചിങ് ഓവർ ദി അസംബ്ലി. അവർ ദൈവത്തിന്റെ സഭയെ ശുശ്രൂഷിക്കുന്നവരാണ്. അവർ ശ്രദ്ധിച്ചു നോക്കുകയാ. എന്താ കാര്യമെന്നറിയാമോ? അവർക്ക് 2 കാഴ്ച അറിയാം. ഒരു കാഴ്ച അവർ ഏദൻ പൂങ്കാവനത്തിൽ കണ്ടതാ. മനുഷ്യനെ ദൈവത്തിന്റെ വിശുദ്ധമായ കരങ്ങൾ കൊണ്ടുണ്ടാക്കി അവനെ ഏദൻ തോട്ടത്തിലാക്കിയപ്പോ ആ മനുഷ്യൻ അതിനെ എങ്ങനെ ആ ദൈവത്തിന് വില കൊടുക്കാതെ പാപം ചെയ്തുവെന്നും, തുടർന്ന് 2-ാമത്തെ ചിത്രത്തില് ആ നഷ്ടപ്പെട്ട മനുഷ്യന് വേണ്ടി ദൈവം തന്നെ മനുഷ്യനായി ഇറങ്ങി വന്ന് ക്രൂശിൽ മറുവിലയായി ജീവൻ കൊടുത്തു വീണ്ടെടുത്തവർ എങ്ങനെ സഭയിൽ പെരുമാറുന്നു എന്നറിയാൻ സ്വർഗത്തിലെ ദൂതന്മാർക്ക് ആഗ്രഹമുണ്ട്. ഞാനിങ്ങനെ പറയട്ടെ, നമ്മൾ സഭയിൽ ഒരു വാക്ക് അയോഗ്യമായി പറഞ്ഞാൽ, ദൈവസഭയോട് നാം എടുക്കുന്ന ആറ്റിറ്റ്യൂഡ് നെഗറ്റീവായിട്ടുള്ളതാണെങ്കിൽ സ്വർഗം മുഴുവൻ നമ്മളെ ശ്രദ്ധിക്കുകയാണ്. നാം കണക്ക് കൊടുത്തേ പറ്റുകയുള്ളൂ. തന്നെയുമല്ല,
നമുക്കറിയാം കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട്. അത് വിശദീകരിക്കേണ്ടത് എല്ലായിടത്തും വരാമെന്ന് പറഞ്ഞില്ല. പ്രമാണമനുസരിച്ച് വചനപ്രകാരം കൂടി വരുന്നിടത്തും മാത്രമേ ദൈവ സാന്നിധ്യമുള്ളൂ. അപ്പൊ ഓർക്കേണ്ടുന്ന രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, കർത്താവ് പറഞ്ഞു 2-3 പേർ, ഒന്ന് പറ, 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് കർത്താവ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ സഭയുടെ നടുവിലൂടെ ആരുലാവുകയാണ്? ദൈവത്തിന്റെ പുത്രൻ ഉലാവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ വ്യക്തമായി പറയാം, ഈ സഭയുടെ നടുവിലൂടെ ദൈവപുത്രൻ ഉലാവുമ്പോൾ ഹൃദയങ്ങളെ അറിയുന്ന, അഗ്നിശോധന ചെയ്യുന്ന ആ കണ്ണുകളുള്ള കർത്താവിന് സഭയിലുള്ളവരുടെ ഹൃദയത്തെ നന്നായിട്ട് അറിയാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ വ്യക്തമായി ഇങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ, ദൈവത്തിന്റെ സഭയ്ക്കകത്തുള്ള നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, സഭയ്ക്കകത്തെ നമ്മുടെ പെരുമാറ്റം എന്ന് പറയുന്നത്, നമ്മേറെ വില കൊടുക്കേണ്ടുന്ന, ഏറെ മറുപടി പറയേണ്ടുന്ന, നമ്മുടെ ജീവിതത്തെ പരിശോധിച്ച് ജാഗ്രതയോടെ ജീവിക്കേണ്ടുന്ന ജീവിതമാണ് സഭയ്ക്കകത്തെ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് മുതൽ വളരെ കരുതലോടെ, വളരെ ഭയത്തോടെ, ഏതെങ്കിലും തരത്തിലുള്ള ജീവിത പിശകുകൾ സഭയ്ക്കകത്തുണ്ടെങ്കിൽ, നീയോ ഞാനോ ഏതെങ്കിലും അയോഗ്യമായ ഒരു വാക്ക് കൂട്ടു സഹോദരനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വളരെ സ്നേഹത്തോട് പറയട്ടെ, ഇന്ന് രാത്രിയിൽ അത് ഏറ്റുപറഞ്ഞ് പരസ്യമായ പാപം പരസ്യമായും രഹസ്യമായ പാപം രഹസ്യമായും തിരുത്തിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? മുന്നോട്ട് പോകാനായിട്ട്. ഞാൻ മുമ്പിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ചാൽ മതി. മുൻപിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുക. ഒരു കുടുംബത്തെ ചൂണ്ടിക്കാണിച്ച് ആ കുടുംബത്തിന്റെ ആറ്റിറ്റ്യൂഡ് സഭയോടും കർത്താവിന്റെ വേലയോടും ദൈവദാസന്മാരോടും എങ്ങനെയായിരുന്നു എന്നുള്ളത് പറ്റുന്നത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. നമുക്കതിനായിട്ട് വേദപുസ്തകത്തിൽ കുടുംബത്തിലേക്ക് വരാം. അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായത്തിലാണ് അതിന്റെ ആദ്യ ഭാഗത്ത് നമുക്ക് ആ കുടുംബത്തെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവരുടെ പേര് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ പേര്, കുടുംബനാഥന്റെ പേര് അക്കില്ലാസ് എന്നാണ്. സഹോദരിയുടെ പേരെന്നതാ? പ്രിസ്കില്ല എന്നുള്ളതാ. ഈ 2 പേര്, ഇവരുടെ പശ്ചാത്തലവും നമുക്കറിയാം. അന്ന് ക്ലൗദോസ് ചക്രവർത്തി ഒരു കൽപ്പന പുറപ്പെടുവിക്കുക. എന്താ? യഹൂദന്മാരെല്ലാവരും റോമ നഗരം വിട്ട് പോകണം. അങ്ങനെ റോമ നഗരം വിട്ട് ആ പറയുന്ന കൊരിന്ത പട്ടണത്തിലേക്ക് അപ്പോസ്തലനായ പൗലോസ് ഈ ചക്രവർത്തിയുടെ കൽപ്പന നിമിത്തം വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതേ സമയം ദൈവത്തിന്റെ പദ്ധതിയാ, പാരലായിട്ട് ആ ഇടയ്ക്ക് ഇറ്റലിയിൽ നിന്ന് അക്കിലാസും പ്രിസ്കില്ലയും എവിടേക്ക് വരികയാ? കൊരിന്ത് പട്ടണത്തിലേക്ക് വരികയാ. അവിടെ വെച്ച് സ്വർഗം അവരെ കൂട്ടിച്ചേർക്കുന്ന അനുഗ്രഹീതമായ ചരിത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുക. നമുക്ക് ഒരുമിച്ചെടുക്കാം പ്രവൃത്തികളുടെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ആമുഖമായി ഒന്ന് വായിക്കാം. ഈ ക്ലാസ് കർത്താവിന്റെ കരങ്ങളില്ല. ഈ ഭാഗം ഞാൻ ഇതുവരെ ഇത്തരത്തിൽ അങ്ങനെ എടുത്തിട്ടില്ല. ഒരിടത്ത് മാത്രമാണ് ഞാൻ അല്പമെങ്കിലും പറഞ്ഞത്. അതുകൊണ്ട് ഇത് ദൈവത്തിന്റെ കരങ്ങളിലാണ്. പ്രാർത്ഥിച്ചാൽ മതി. നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നോട് ചേർന്ന് വായിക്കാമോ? പ്രവൃത്തികളുടെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഒന്ന് എടുത്താട്ടെ. അവിടെ എന്താ വായിക്കുന്നത്? അനന്തരം അവൻ, ഒന്ന് വായിച്ചാട്ടെ. അനന്തരം അവൻ അഥേന വിട്ട് എവിടെ ചെന്നു? കൊരിന്തിൽ ചെന്നു. യഹൂദന്മാരെല്ലാവരും റോമാ നഗരം വിട്ടുപോകണമെന്ന് ക്ലൗദോസ് കൽപ്പിച്ചതുകൊണ്ട് ഇറ്റലിയിൽ നിന്ന് ആ ഇടയ്ക്ക് വന്നവനായി പൊന്തോസ്കാരൻ അഖിലാസ് എന്ന് പേരുള്ള ഒരു യഹൂദനെയും അവന്റെ ഭാര്യ പ്രിസ്കില്ലയും കണ്ട് അവരുടെ അടുക്കൽ ചെന്നു. അടുത്ത പ്രയോഗം, തൊഴിൽ ഒന്നാകെ കൊണ്ട് പൗലോസ് അപ്പോസ്തലൻ അവരോടുകൂടെ പാർത്തു വേല ചെയ്തു പോന്നു. തൊഴിലോ കൂടാരപ്പണിയായിരുന്നു. ഞാൻ ഇതിനെ ഇങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുക. ഈ കുടുംബത്തിലേക്ക് നോക്കുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ഒരു ആറ്റിറ്റ്യൂഡ് നിമിത്തമാണ്, അവരുടെ പ്രത്യേകമായ ഒരു മനോഭാവം നിമിത്തമാണ് സ്വർഗത്തിന് ദൈവസഭയ്ക്ക് പ്രയോജനമുള്ളവരാക്കി അവരെ തീർക്കാൻ കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യം നമ്മുടെ കുടുംബങ്ങളിൽ, ജീവിതങ്ങളിൽ ഉണ്ടെങ്കിൽ നാം ദൈവത്തിനും ദൈവസഭയ്ക്കകത്ത് ജാഗ്രതയോടെ പ്രയോജനപ്പെടുന്നവരായി തീരും. എന്താ കാര്യം?
ഈ ഒരു കുടുംബം ദൈവദാസന്മാരെ ചേർത്ത് പിടിക്കുന്ന ഒരു കുടുംബമായിരുന്നു. ഞാനതിന് ഇങ്ങനെ പറയാറുണ്ട്, വിവാഹ വേദികളിലൊക്കെ പറയാറുണ്ട്, അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, അവൻ അവരുടെ അടുക്കൽ ചെന്നു കേറി ചെല്ലാൻ കൊള്ളാകുന്ന ഒരു കുടുംബം. മനസ്സിലായി കാണും. കേറി ചെല്ലാൻ കൊള്ളാകുന്ന ഒരു കുടുംബം. ഈ കുടുംബത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അവർ ദൈവദാസനായ അപ്പോസ്തലനായ പൗലോസിനെ ചേർത്ത് പിടിക്കുന്ന ഒരു ഹൃദയത്തിന്റെ വിശാലത അവർക്കുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുതയാണ്. ഞാൻ ഇന്ന് രാത്രി ആദ്യമേ പറയട്ടെ, നമ്മുടെ ജീവിതങ്ങളിൽ പിന്നീട് ഞാനത് അല്പം കൂടെ പറയുന്നതാണ്. നമ്മുടെ സഭകൾക്കകത്ത് നാം പ്രയോജനപ്പെടാൻ കഴിയണമെങ്കിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ള കർത്താവിന്റെ ദാസന്മാരോടും സഭയുടെ ആത്മീയ നേതൃത്വത്തോടും ചേർന്ന് നിൽക്കുവാൻ, അവരെ ചേർത്ത് പിടിക്കുവാൻ, ക്രിസ്തുവിന് തുല്യം കർത്താവിന്റെ ദാസന്മാരെ ബഹുമാനിപ്പാൻ നമുക്ക് കഴിയുന്നെങ്കിൽ മാത്രമേ സഭയ്ക്കകത്ത് നാം പ്രയോജനപ്പെടുത്തുള്ളൂ. അപ്പോൾ തന്നെ ഒരു കാര്യമുണ്ട്, ദൈവദാസന്മാരുടെ സഭയുടെ ആത്മീയ നേതൃത്വത്തിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വളരെ വർദ്ധിച്ചതാണ്. വിശ്വാസികൾക്ക് മാതൃകയാക്കുവാൻ കഴിയുന്ന തരത്തില് ജീവിതങ്ങളെ ക്രമീകരിക്കുന്ന ഒരു തരത്തിലേക്ക് നാം വരേണ്ടുന്ന ആവശ്യമുണ്ട്. അങ്ങനെയുള്ള ദൈവഭൃത്യന്മാരെ ചേർത്ത് പിടിക്കുക. ഇതൊക്കെ പറയുമ്പോൾ ഹൃദയത്തിൽ ഒത്തിരി വേദനയുണ്ട്. കാര്യം എന്താണെന്നറിയാമോ? ഞാൻ ഒരു സഭാ ശുശ്രൂഷകനാണ്. 21-ാമത്തെ വയസ്സിലാണ് ഞാൻ കർത്തൃമേശ എടുത്തു കൊടുക്കുവാൻ സഭ എന്നെ ഭരമേൽപ്പിക്കും. 17-ാമത്തെ വയസ്സിലാണ് ഞാൻ സഭയിൽ പ്രസംഗിച്ചു തുടങ്ങിയത്. ഇപ്പൊ വയസ്സ് 45 ഞാനൊരു കാര്യം പറയട്ടെ, ചില കൊച്ചു സഭകളിലൊക്കെ ഇരിക്കുമ്പോൾ, വലിയ സഭകളിൽ ഇരിക്കുമ്പോൾ, ഇന്ന് ദൈവം തുടങ്ങുവാൻ അനുവദിച്ച ഒരു സ്ഥലം സഭയുടെ ശുശ്രൂഷയിൽ നിൽക്കുമ്പോൾ അവിടുത്തെ വിശ്വാസികളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ, ചങ്കിനകത്തൊരു വലിയ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം എന്ന് പറയുന്നത്, എന്റെ സഹോദരങ്ങൾ, എന്റെ സ്ഥലം സഭ ഒരു ദൈവദാസൻ എന്ന നിലയിൽ എന്നോട് ചേർന്ന് നിൽക്കണം എന്നത് ഒരു ദൈവദാസന്റെ സ്വപ്നമാണ്. ഹല്ലേലൂയ. അത് മാനുഷികമല്ല, മാനുഷികമായ ആവശ്യങ്ങൾക്കല്ല, മറിച്ച് ദൈവം തരുന്ന കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് നിൽക്കുന്ന ദൈവവൃത്യന്മാരെ ചേർത്ത് പിടിക്കുവാൻ, മൂപ്പന്മാരോട് ചേർന്ന് നിൽക്കുവാൻ. അത്ര ഹൃദയവിശാലത ആർക്കുണ്ടായിരുന്നു? അഖിലാവിനും ഉണ്ടായിരുന്നു. നമുക്കറിയാം, നമ്മൾ അങ്ങോട്ട് താഴേക്ക് വരുമ്പോൾ അത് പല കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ആദ്യം പറയട്ടെ, അത്രയ്ക്കും ഹൃദയവിശാലത ഉണ്ടെങ്കിൽ സഭയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒത്തിരി പ്രയോജനപ്പെടാനായിട്ട് കഴിയും. അവിടെ നിന്ന് ചില കാര്യങ്ങൾ ഞാൻ അങ്ങ് പറയാനായിട്ട് ആഗ്രഹിക്കുക. നമ്മൾ നോക്കിയാൽ അവര് ഈ അപ്പോസ്തലനായ പൗലോസിന് ഒത്തിരി ആശ്വാസമായിരുന്നു. അങ്ങനെ പറയാൻ കാര്യമുണ്ട്. നോക്കുക, അതിന്റെ ആ ആശ്വാസം ഉള്ളതുകൊണ്ടാ കൂടെ പാർത്തത്, അല്ലേ? അല്ലെങ്കിൽ കൂടെ പാർക്കാൻ പറ്റൂ? കൂടെ പാർപ്പിക്കാൻ അത്ര എളുപ്പമൊന്നും അല്ല. പ്രത്യേകിച്ച് ഉപദേശിമാരെ, ദൈവദാസന്മാരെ ഒക്കെ ഉൾക്കൊള്ളാനായിട്ട് അല്പ ഹൃദയത്തിന്റെ വിശാലത കൂടുതലായിട്ടുണ്ട്, പല കാര്യങ്ങൾക്കുണ്ട്. ഇവിടെ കാണുവാൻ കഴിയുന്നത്, നോക്കുക, 4-ാം വാക്യം, 18-ാം അധ്യായം പ്രവർത്തികളുടെ പുസ്തകം. വ്യത്യസ്തമായ ഒരു ചിന്തയാണ് കർത്താവിന്റെ ഹൃദയത്തിൽ തരുന്നത്. അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്, എന്നാൽ ശബത്ത് തോറും പൗലോസ് അപ്പോസ്തലൻ പള്ളിയിൽ സംവാദിച്ച് യഹൂദന്മാരെയും യവനന്മാരെയും എന്ത് ചെയ്തു? സമ്മതിപ്പിച്ചു. എന്ത് സമ്മതിപ്പിച്ചു? യേശു കർത്താവാണ് എന്ന് സമ്മതിപ്പിച്ചു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ വേല എളുപ്പമായിരുന്നോ ദുഷ്കരമായിരുന്നു? ദുഷ്കരമാണ്. കാര്യം എന്നാ? യഹൂദന്മാരാണെങ്കിൽ അപ്പോസ്തലനായ പൗലോസിനെ കൊല്ലാൻ നടക്കുന്നവന്മാരാണ്, അല്ലേ? കാരണം അവർക്ക് അദ്ദേഹം പറയുന്നത് യോജിക്കാൻ വയ്യ. മശികയെ അവർ കൊന്നു, അവർക്ക് ക്രിസ്തു മശികയാണെന്ന് അംഗീകരിക്കാൻ വയ്യ. അവരുടെ മധ്യേ ചെന്ന് ആ പട്ടണത്തിലുള്ള പള്ളിയിൽ ചെന്നിട്ട് യേശു ദൈവമാണെന്ന് സംവദിച്ച് തെളിയിച്ച് വിശ്വാസത്തിലേക്ക് ചിലരെ കൊണ്ടുവരുന്ന അതികഠിനമായ ശുശ്രൂഷയില് അവിടെ സഭയില്ല. ഈ കുടുംബം ഒരാശ്വാസമായി തീർന്നു. ഹല്ലേലൂയ. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ നമ്മുടെ മുൻപിലുള്ള ദൈവദാസന്മാർക്ക്, സഭയുടെ ആത്മീയ നേതൃത്വത്തിന്, അവർ ആത്മീയ വിഷയത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നാം അവർക്ക് ആശ്വാസമായ നിലയിൽ നിൽക്കാത്തിടത്തോളം ദൈവസഭയിൽ നാം പ്രയോജനപ്പെടുകയില്ല. ഞാനൊരു കാര്യം കടത്തി ചോദിക്കാൻ പോവാ, പിണങ്ങരുത്. പിണങ്ങാനും കുഴപ്പമില്ല. നമ്മുടെ മക്കള് നമുക്കെതിരെ തിരിഞ്ഞൊരു വാക്ക് പറഞ്ഞ്
കണ്ണ് നിറയുമോ ഇല്ലയോ? പറഞ്ഞിട്ട് മുമ്പോട്ട് പോവുള്ളൂ. നമ്മുടെ മക്കൾ നമുക്കെതിരെ സംസാരിച്ചാൽ കണ്ണ് നിറയുമോ ഇല്ലയോ? അതിനേക്കാൾ പാടാ ദൈവത്തിന്റെ സഭ. സഭയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവദാസന്മാർക്ക് ഒരു സ്വപ്നമേ ഉള്ളൂ, അതാ സഭയുടെ വിശ്വാസികളാണ്. അവരിൽ നിന്ന് ഒരു അയോഗ്യമായ പെരുമാറ്റം. എന്തിനധികം പറയും, ഒരു യോഗത്തിന് നിങ്ങൾ മിസ്സായാൽ ദൈവദാസന്മാർ അന്ന് രാത്രി ഉറങ്ങുകയില്ല, ഉറങ്ങാൻ കഴിയുകയില്ല. അവർ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുന്നവരാണ്. അവർ ഞരങ്ങിക്കൊണ്ട് ആ ശുശ്രൂഷ ചെയ്യുന്നത് വിശ്വാസികൾക്ക് നന്നല്ല എന്ന് എബ്രായ ലേഖനം. ഇതൊന്നും ആരും പറയില്ല, പറയാൻ ബുദ്ധിമുട്ടാ, എനിക്കറിയാം. ക്രൂശിക്കപ്പെട്ടേക്കാം, പക്ഷെ സാരമില്ല, ക്രൂശീകരണത്തിനപ്പുറത്തൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഹല്ലേലൂയ. ദൈവസഭകളിൽ എന്ന് നമ്മുടെ അനുസരണക്കേടിന്റെ വിത്തിന് നാം പാകം വരുത്തിയോ എന്ന മറുചോദ്യങ്ങൾ ധിക്കാരത്തോടെ ചോദിച്ചു തുടങ്ങിയോ, അന്ന് നമ്മുടെ അധപ്പതനത്തിന്റെ ആദ്യത്തെ പടിയിലേക്ക് നാം പാദമെടുത്തു വെച്ച് കഴിഞ്ഞു. എന്നാൽ ഇവിടെ നോക്കുക, ഒരു പയനിയർ വർക്കറായി കർത്താവിന്റെ ശ്രേഷ്ഠദാസനായ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത് പട്ടണത്തിലേക്ക് ഹൃദയത്തിന്റെ ആത്മഭാരവുമായി ചെന്ന് ദുഷ്കരമായ ഒരു ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ ഈ കുടുംബം ആ ദൈവദാസനോട് ഹൃദയവിശാലതയോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് 11-ാം വാക്യം സംഭവിച്ചത്. എന്താ 11-ാം വാക്യം? അവിടെ നമ്മൾ വായിക്കുന്നു, അങ്ങനെ പൗലോസ് അപ്പോസ്തലൻ 1 ആണ്ടും 6 മാസവും അവരുടെ ദൈവം അതിന് ഉപദേശിച്ചുകൊണ്ട് എന്ത് ചെയ്തു? അപ്പൊ 1.5 വർഷം പിന്നെ താമസം. ഞാൻ ചോദിക്കട്ടെ, സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ താമസിക്കുമായിരുന്നോ? പറ. ഇല്ല, താമസിക്കാൻ പറ്റുകയില്ല. ദൈവമക്കളുടെ ഹൃദയത്തിന്റെ വിശാലതയാണ് 1.5 വർഷം. ആ കുടുംബം ആ ദൈവദാസനെ, അദ്ദേഹത്തിന്റെ വേലയെ, ഏറെ ക്രിസ്തുവിനെ അദമ്യമായി സ്നേഹിച്ചപ്പോൾ അവനോട് ചേർന്ന് നിന്ന് അവനെ ചേർത്ത് പിടിച്ചപ്പോ 1.5 വർഷം താമസിച്ചു. ഫലം എന്താണെന്നറിയാമോ? കൊരിന്ത് പട്ടണത്തിൽ ഒരു ദൈവസഭയുണ്ടായി. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറയാം, ഒരുപക്ഷെ നമുക്ക് പല കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് നമ്മാൽ സാധിച്ചില്ല എന്ന് വന്നേക്കാം. പക്ഷേ അതേൽപ്പിക്കുന്നവർക്ക് കൊടുക്കുന്ന പിന്തുണ നമ്മ വേല ചെയ്യുന്നതിന് തുല്യമായി കണക്കാക്കുന്ന ഒരു ദൈവം സ്വർഗത്തിൽ ജീവിക്കുന്നുണ്ട്. ഉണ്ട്. 5 അപ്പവും 2 മീനും ഉള്ളായിരുന്നു. ആ ചെറിയ ബാലന് വേറൊന്നും ചെയ്യാനില്ല, അവൻ ഒന്നു മാത്രമേ ചെയ്യാൻ അറിയത്തുള്ളൂ. അതെന്നതാ? അത് അന്ത്രയോസിന്റെ കരങ്ങളിലേക്ക്, യേശു അപ്പച്ചന്റെ കരങ്ങളിലേക്ക് 5 അപ്പവും 2 മീനും കൊടുത്തു. ആ ബാലൻ ആരാണെന്ന് അറിയത്തില്ല, പക്ഷെ സ്വർഗം അവനെ വെളിപ്പെടുത്തുന്നൊരു നാളുണ്ട്. എനിക്ക് അവനെ ഒന്ന് കാണണമെന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ നാളുകളിൽ നാം ഒരു പിന്തുണ കൊടുത്തിരുന്നെങ്കിൽ, സമയമില്ല എന്ന് പറഞ്ഞ് കളവായി പറഞ്ഞ് ലോകകാര്യത്തിന് സമയം കണ്ടെത്തുന്നു വിശ്വാസി നഷ്ടപ്പെടുത്തുന്നത് സ്വർഗീയ പദ്ധതിയുടെ ഭാഗമാകാനുള്ള സുവർണാവസരങ്ങളാണ്. നാം തിരിച്ചു വരേണ്ടിയിരിക്കുന്നു. നമ്മൾ അറിയണം, ഈ ക്രൂശും ചുമന്ന് ഈ പുസ്തകവും പിടിച്ച് നടക്കുന്നവരുടെ വേദന നമ്മുടെ വേദനയായി മാറണം. നമ്മുടെ പിതാക്കന്മാരും മാതാക്കന്മാരും ഒക്കെ പട്ടിണി കിടന്നപ്പോഴും അവർ ദൈവജനത്തെയും ദൈവത്തെയും മാനിച്ചവരായത് കൊണ്ടാണ് നാം അനുഗ്രഹിക്കപ്പെട്ടതായി തീർന്നത്. ഞാൻ ചോദിക്കട്ടെ, നമുക്കെന്തെങ്കിലും പറയാനുണ്ടോ? ഇന്ന് രാത്രി 1.5 വർഷം ആ ദൈവവൃത്തിനെ ചേർത്ത് പിടിച്ച് അദ്ദേഹത്തോട് ചേർന്ന് നിന്നത് കൊണ്ട് ഞാൻ പറയാം, കൊരിന്ത് പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെട്ട സഭയുണ്ടായി. അല്പം കൂടെ കടത്തി പറയട്ടെ, 2 ലേഖനങ്ങൾ നമുക്ക് കിട്ടി. നോക്കി അതിന്റെ ആ എഫക്റ്റ് എവിടം വരെ പോയെന്ന്. ആ പട്ടണത്തിൽ സഭയുണ്ടായി, നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി ഈ 2 ലേഖനങ്ങളിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാരൂപി വിശ്വാസികളോട് സംസാരിക്കുമ്പോ അതിന്റെ പിന്നിൽ മറഞ്ഞു കിടക്കുന്ന ഒരു അക്കില്യാസും പ്രിസ്കില്ലയും ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. സ്വർഗം എങ്ങനെ അവരെ ഉപയോഗിക്കാതിരിക്കും? ഇന്ന് രാത്രി നമുക്ക് വലിയ കഴിവൊന്നുമില്ലായിരിക്കാം. വേണമെങ്കിൽ നിന്റെ സഭയിലെ യോഗങ്ങൾ നീ മുടക്കുന്നുണ്ടെങ്കിൽ നിനക്ക് കർത്തൃമേശ എടുക്കാൻ യോഗ്യതയില്ല. ന്യായമായ കാരണമില്ലാതെ സഭായോഗത്തെ ഉപേക്ഷിക്കുന്നത് കഠിനമായ
കഠിനമായ പാപമാണ് എബ്രായ ലേഖനം. അത് മറ്റൊരു പഠനം, 6 മണിക്കൂറത്തെ പഠനമാണ്. അതെടുത്തിടത്തെല്ലാം മീറ്റിംഗ് ആരംഭിച്ചു. കർശനമായി പറയേണ്ട കാര്യങ്ങൾ അവിടെയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സമയമില്ലെന്ന് പറഞ്ഞാൽ നിന്നെ പിടിച്ചു വലിച്ചുകൊണ്ടൊന്നും വരാൻ പോകുന്നില്ല, പ്രമാണമില്ല. പക്ഷേ ഇത് പറഞ്ഞിട്ട് വൈകുന്നേരം നീ പോകുന്ന പല സ്ഥലമുണ്ട്, അപ്പൊ നിനക്ക് സമയമുണ്ട്. ദൈവപുത്രനെ അനാദരിക്കുന്നു, സ്വർഗത്തിന്റെ രജിസ്റ്റർ ബുക്കിൽ റെഡിങ്കിൽ വരച്ചിടും. കാരണം സഭയുടെ കാന്തൻ ഓരോ യോഗത്തിലും എഴുന്നള്ളി വരുന്നു. ആ എഴുന്നള്ളി വരുന്ന സഭയുടെ നാഥനെ അനാദരിച്ചുകൊണ്ട് ന്യായമായ കാരണമില്ലാതെ ഞാൻ യോഗത്തെ അവഗണിക്കുമ്പോ ഞാൻ ഓർമ്മപ്പെടുത്തിട്ട്, ആ വ്യക്തി ദൈവം മുൻപാകെ ആരായിരുന്നാലും കുറ്റക്കാരനാണ്. അതിനെ വെളുപ്പിക്കാൻ ഒറ്റ വാക്യമില്ല. പക്ഷെ ഈ കുടുംബം ആ ദൈവദാസന വേലയ്ക്ക് പട്ടണത്തിൽ ചെന്നപ്പോ അവരുടെ പരിമിതികളിലായിരിക്കാം 1.5 വർഷം അദ്ദേഹത്തോട് ചേർന്ന് നിന്നപ്പോ ഒരു വലിയ നന്മയുണ്ടായി. ഒരു സഭ ആ പട്ടണത്തിലുണ്ടായി, ലേഖനങ്ങളുണ്ടായി. അത് ദൈവജനത്തിന് അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. നാം ഇന്ന് രാത്രിയിൽ ദൈവം തരുന്ന ദൈവഭൃത്യന്മാർക്കൊപ്പം, സഭയുടെ ആത്മീക നേതൃത്വത്തിന്റെ കാഴ്ചപ്പാടുകൾക്കൊപ്പം ദൈവത്തിന് വിജയപ്പെട്ട് ചേർന്ന് നിൽക്കുവാൻ ശക്തമായി ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. വിട്ടുവീഴ്ചയ്ക്ക് എനിക്ക് മനസ്സില്ല, അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യാൻ അനുവാദമില്ല. ഇനി മറ്റൊരു കാര്യം, ഇവര് കർത്താവിന്റെ വേലയിൽ ഈ ദൈവദാസനോട് ചേർന്ന് നിന്നു, ശരിയല്ലേ? ചേർന്ന് നിന്നു. എന്റെ ചോദ്യം, എന്തെങ്കിലും ഗൂഢമായ ലക്ഷ്യം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു? ഹിഡൻ അജൻഡാസ് എന്തെങ്കിലും? ഞാൻ വേല തുടങ്ങിയ സമയത്ത് ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ ബ്രദറിന്റെ കൂടെ നിൽക്കാം, പക്ഷേ സഭയുണ്ടായാൽ എനിക്ക് പറയാനുള്ളതും ചെയ്യാനുള്ളതും അവിടെ ചെയ്തിരിക്കണം. ഞാൻ പറഞ്ഞു, ഇനി വരിക വേണ്ടെന്ന് നിർത്തിക്കോളാൻ പറഞ്ഞു. ഇനി മേലാൽ വരണ്ടെന്ന് പറഞ്ഞു. കാര്യം എന്നാ? അദ്ദേഹത്തിൻ്റെത് പോട്ടെ, അധ്വാനിക്കുന്നവരുടെ പോലും അജണ്ടകൾ നടപ്പിലാക്കാനുള്ള സ്ഥലമല്ല ദൈവസഭ. We are not the masters. We are just stewards of God. നാം ദൈവത്തിന്റെ ഗ്രഹവിചാരകന്മാരാ, നാം യജമാനന്മാരല്ല. സഭയ്ക്ക് ഒരു യജമാനനേ ഉള്ളൂ, അത് സഭയ്ക്ക് വേണ്ടി ചങ്കിലെ ചോര കൊടുത്ത കർത്താവാ. കർത്താവിന്റെ വേലയ്ക്ക് പിന്തുണയ്ക്ക് പോകുമ്പോ പോണം, അതെന്തുമാകട്ടെ. ഇവിടെ അങ്ങനെ ചെയ്യുന്ന സഹോദരങ്ങളുണ്ട്, ഞാൻ പേരുകളൊന്നും പറയുന്നില്ല. നന്ദിയോടെ നിങ്ങളെയൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. പക്ഷേ നമുക്കെന്തെങ്കിലും ഹിഡൻ അജണ്ട ഉണ്ടെങ്കിൽ പ്രതിഫലം ലഭിക്കില്ല എന്നുള്ളത് കർശനമായ മുന്നറിയിപ്പാണ്. എന്നാൽ ദൈവമേൽപ്പിക്കുന്ന ശുശ്രൂഷകൾ ഒരുപക്ഷെ നമുക്കതിന്റെ മുൻപിൽ നിന്ന് നയിക്കാൻ പ്രാപ്തിയില്ലായിരിക്കാം. ഇനി പ്രാപ്തി ഉണ്ടെങ്കിലും ദൈവം നമ്മെ അല്ലായിരിക്കാം അത് ഏൽപ്പിച്ചിട്ടുള്ളത്. പക്ഷേ നാം ആ പ്രവർത്തനങ്ങൾക്ക്, ശുശ്രൂഷകൾക്ക് സഭയോട് ചേർന്ന് നിൽക്കുമ്പോ സഭയിൽ നാം പ്രയോജനപ്പെടണമെങ്കിൽ നമ്മുടേതായിട്ടുള്ള യാതൊരു തരത്തിലുമുള്ള ഹിഡൻ ഐഡിയാസും നാം ഇടുവാൻ ദൈവം അനുവദിക്കുന്നില്ല. റിസ്കിലേക്ക് അവനും യാതൊരു രഹസ്യ അജണ്ടകളും ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല. ഇത്ര നല്ലൊരു കുടുംബം ഞാൻ എപ്പോഴും ഓർക്കും. ഇങ്ങനെ ഒരു 3-4 കുടുംബം ഒരു സഭയിലുണ്ടെങ്കിൽ ആ സഭ എത്ര അതൊക്കെ ദൈവദാസന്മാരുടെ സ്വപ്നമാണ്. ഞങ്ങൾ അടിച്ചു പോയാലും സഭ നിൽക്കണമെന്നുള്ളത് ആഗ്രഹം. പക്ഷെ ഈ വേദനയൊന്നും, പുറത്ത് വേദനയൊന്നും അധികം ഏൽക്കത്തില്ല. കാരണം അതൊക്കെ ഏറ്റാലും അതൊക്കെ വേറൊരു തരത്തില്ല. പക്ഷെ അകത്തുനിന്ന് ഇന്ന് ഞാൻ യോഗത്തിന് വരുന്നതിലും നിസ്സാരമായ SMS അങ്ങോട്ട് അയക്കുമ്പോ ഉണ്ടല്ലോ, സാങ്കേതികമായ കാരണം കൊണ്ട് ഞാൻ ആരാധനയ്ക്ക് വരുന്നില്ലെന്ന് കള്ളം പറഞ്ഞ് ഒരു വാട്സാപ്പ് മെസ്സേജ് വിട്ടിട്ട് അടുത്ത ആഴ്ച വന്ന് ഒന്നും അറിയാത്തതുപോലെ കർത്തൃമേശ എടുക്കുമ്പോ ഉണ്ടല്ലോ, നീ പാപം ചെയ്യുകയോ. അത് ദൈവദാസന്മാരുടെ ചങ്കിനകത്തെ വേദനയാണ്. ആ വേദന സഭാ കന്തന്റെ വേദനയാണ്. ആ വേദന സ്വർഗത്തിന്റെ വേദനയാ. ആ വേദനയ്ക്ക് കാരണക്കാരായി തീരാതെ യാതൊരു ഹിഡൻ അജണ്ടാസും ദൈവ ശുശ്രൂഷയിൽ സഭയ്ക്കകത്ത് പാടില്ല. ആ ചിന്ത വന്നാൽ സഭയിൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരായിത്തീരും. അത്
ഇനി മറ്റൊരു കാര്യം അവിടെയുണ്ട്. നമ്മൾ നോക്കിയാൽ ആ പറഞ്ഞ വാക്യങ്ങളൊക്കെ തന്നെ 1.5 വർഷം കൂടെ താമസിച്ചു. ഇനി നിങ്ങൾ ആ വാക്യം നോക്കുമ്പോൾ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 2-ാം വാക്യത്തില് അവരുടെ അടുക്കൽ എന്ന് പറ, അവരുടെ അടുക്കൽ ചെന്നു. എന്നിട്ട് അടുത്തത് അവരോടുകൂടെ പാർത്തു. ഇതൊക്കെ പറയുമ്പോ പറയാതെ പറയുന്ന ഒരു കാര്യം അവിടെ ഉണ്ട്. എന്നതാ? അഖിലാസും പ്രിസ്കില്ലയും ആ ദൈവദാസനോട് പറയാതെ പറയുന്നൊരു കാര്യമുണ്ട്. അല്ലയോ അപ്പോസ്തലനായ പൗലോസേ, അങ്ങയുടെ കൂടെ ഞങ്ങൾ ഉണ്ട്. അങ്ങയുടെ കൂടെ ഞങ്ങൾ ഉണ്ട്. ഞാൻ പറയട്ടെ, കർത്താവിൻ്റെ വേല ചെയ്യുന്നവരോട് നമ്മൾ മരിച്ചിട്ട് വീട്ട് വയ്ക്കും. ആർക്കു വേണ്ടിയാന്ന് എനിക്കിപ്പോഴും അറിയില്ല. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര പരിപാടിയൊക്കെ നടത്തും. എന്നതിനാ? എന്നെ പൊന്ന് സഹോദരന്മാരെ, സഹോദരിമാരെ, എത്രയോ പേരെ കരയിച്ചു, എത്രയോ ദൈവഭൃത്യന്മാർ വിമ്മിട്ടപ്പെട്ട് കരഞ്ഞാരുമറിയാതെ നിശബ്ദരായി തീർന്നു. ജീവനോടിരിക്കുമ്പോ അവരുടെ സങ്കടങ്ങൾ, കുറവുകൾ ഉണ്ടായിരിക്കാം. ഈ പുസ്തകം ചുമക്കുന്നവർക്കും വീഴ്ചകൾ വരാം. പക്ഷേ അവർ ചുമക്കുന്ന പുസ്തകത്തോടുള്ള ആദരവായി, സഹോദര ഞങ്ങളുണ്ട് കൂടെ എന്നൊന്ന് ജീവനോടിരിക്കുമ്പോൾ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? എത്ര പേർക്ക് മനസ്സുണ്ട്? എൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു മനുഷ്യനാണ് മോശ. ഈ മോശ 40 ലക്ഷം ജനത്തെ, നമ്മളൊക്കെ ആ പടെ 10-30 പോട്ടെ, നമ്മളുടെ ഏറ്റവും വലിയ കൂടി വരെ 100-400 ആ പിറുപിറുപ്പ് കേട്ടാൽ തന്നെ ഉറങ്ങാൻ പറ്റുകയില്ല, അല്ലേ? നമ്മുടെ BP ഒക്കെ ഇനി പൊങ്ങാൻ പറ്റാത്ത പോലെ പൊങ്ങും. ഷുഗറൊക്കെ കൊണ്ട് ഷൂട്ട് ചെയ്യും. 40 ലക്ഷം ജനങ്ങളെ എത്ര വിശ്വസ്തതയോടെ, വീഴ്ചകളൊക്കെ വന്നിട്ടുണ്ട്, ശരിയാണ്, അതൊക്കെ സമ്മതിക്കുന്നു. പക്ഷേ ഫറവോന്റെ കൊട്ടാരക്കെട്ടിൽ ഫറവോനായിരിക്കാനുള്ള സൗഭാഗ്യത്തെ തള്ളിക്കളഞ്ഞ ക്രിസ്തുവിന്റെ നിന്നേ വലിയ ധനമെന്നെണ്ണിക്കൊണ്ട് ഈ ജനത്തെയും കൊണ്ട് മരുഭൂമിയിലൂടെ 40 വർഷം നടന്ന മനുഷ്യന് സമാധാനം പലപ്പോഴും കൊടുത്തിട്ടില്ല ഇസ്രായേൽ മക്കൾ. അവർ മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുത്തു, ദൈവത്തിന് വിരോധമായി പിറുപിറുത്തു. മോശ എത്രയോ തവണ ഹൃദയഭേദകമായി ദൈവമുൻപാകെ ഇവരുടെ അകൃത്യത്തെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ഇടനിലക്കാരനായി നിന്നോ. ഞാൻ ചോദിക്കട്ടെ, മോശ മരിച്ചപ്പം വലിയൊരു വിലാപം കഴിച്ചു. അവിടെ ജീവനോടിരുന്നപ്പോ എങ്ങനെ തരും? ഒരു സമാധാനവും. യോശുവ കൂടെ നിന്നിട്ടുണ്ട്. കൂടെ നിൽക്കേണ്ടുന്ന മഹാപുരോഹിതനായ അഹരോൻ പോലും, എന്തിന് സ്വന്തം പെങ്ങള് പോലും, വീട്ടിനകത്തുള്ളവർ പോലും ശരിയായി നിൽക്കുന്നവരെ പിന്തുണയ്ക്കണമെന്നില്ല. പതറരുത്. വിളിച്ച ദൈവം വിശ്വസ്തന. വിളിച്ച ദൈവം വാക്കുമാറാത്തവന്. വിളിച്ച ദൈവം ഒടുവോളം അവിടുത്തെ വേല തികയ്ക്കുവാൻ കൃപ തരുന്നൊരു ദൈവമാണ്. പക്ഷെ നമ്മുടെ ഉത്തരവാദിത്വം, നമുക്ക് നൽകിയ സഭയിൽ, പിന്നെ ചിലർക്ക് മറ്റൊരു കുഴപ്പമുണ്ട്, അവന്റെ സഭ ഇഷ്ടമല്ല, വേറെ സഭയെ ഇഷ്ടം. എനിക്ക് ഇവിടെ ആരോടും വലിയ ബന്ധമില്ലെന്നേ ഉള്ളൂ, എനിക്ക് ഇന്റർനാഷണലി ഭയങ്കര ബന്ധമാണെന്നാ പറയുന്നത്. കള്ളനാണ് നീ പച്ച കള്ളാ പറയുന്നത്. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവൻ കാണപ്പെടാത്ത സഹോദരനെ എങ്ങനെ സ്നേഹിക്കുമെന്ന് ചോദിച്ച ഈ പുസ്തകത്തിന്റെ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ, നീ ആദ്യം ശരിയാകേണ്ടത്, പ്രയോജനപ്പെടേണ്ടത് നിന്റെ സഭയ്ക്കകത്ത്. നിന്റെ സഭയിൽ, എന്റെ സഭയിൽ ഞാൻ പ്രയോജനപ്പെടുന്നില്ലെങ്കിൽ മറ്റെവിടെ പ്രയോജനപ്പെട്ടാലും അതിന് യാതൊരു റിവാർഡും കിട്ടുമെന്ന് പഠിപ്പിക്കുന്ന ഒരു വാക്യവും ഞാൻ കണ്ടിട്ടില്ല. നമ്മളായിരിക്കുന്നിടത്ത് കണക്ക് നാം കൊടുക്കണം. ശരിയല്ലേ? അഖിലാവിനും പ്രിസ്കില്ലയ്ക്കും വിജയിക്കാൻ കഴിഞ്ഞു. ദൈവം അവരെ ഒത്തിരി ഉപയോഗിച്ചു. കാരണം എന്താണെന്നറിയാമോ? അവര് പൗലോസ് അപ്പോസ്തലനോട് പറയാതൊരു കാര്യം പറഞ്ഞു. അങ്ങയോടൊപ്പം ഞങ്ങൾ കർത്താവിന്റെ വേലയിൽ
ഉണ്ട്. അതിനൊത്തിരി തെളിവുകളൊക്കെ പിന്നീടുണ്ട്. സമയമുണ്ടെങ്കിൽ ഞാൻ പറയാം. മുമ്പിലേക്ക് പോകട്ടെ. ആ ഭാഗത്ത് നിന്ന് അവസാനമായി ഒരു കാര്യം കൂടെ പറയട്ടെ. 3-ാം വാക്യം ഒന്നെടുത്താട്ടെ. ആ 3-ാം വാക്യത്തിൽ അപ്പോസ്തലപ്രവൃത്തി 18 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് എൻ്റെ ചിന്ത. 3-ാം വാക്യത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. എന്തായിരുന്നു? They were tent makers by trade. പണിയോ തൊഴിലോ കൂടാര പണി. എന്തിനാ അത് എഴുതിയേക്കുന്നത്? പല കാര്യം കാണും. പക്ഷെ എന്തിനാണ് അവിടെ തൊഴിൽ കൂടാര പണിയാണെന്ന് എഴുതിയത്? എൻ്റെ ചിന്ത, നമ്മുടെ ചിന്ത എന്താ? ഇത് സുവിശേഷകന്മാരുടെ മാത്രം പണിയാണ്. നല്ലതാ. പ്രതിഫലം വാങ്ങിക്കാൻ നിൽക്കുമ്പോൾ ആ ലൈനി വരരുത്. ഇത് മൂപ്പന്മാരുടെ മാത്രം പണിയാ. ഞാൻ പറയുമ്പോൾ തെറ്റിദ്ധരിക്കല്ലേ. നമ്മൾ കയറി വരുമ്പോൾ ഒരു പേപ്പർ കിടക്കുന്നുണ്ട്, നമ്മൾ പറക്കിക്കളയോ? ഇതൊക്കെ ആര് ചെയ്യണം? ചെയ്യുന്നത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾ ശരിയായി തന്നെ എടുക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന പല സംവിധാനങ്ങൾ, ഇതൊക്കെ ആരാണ് ശരിയാക്കേണ്ടത്? ഞായറാഴ്ച രാവിലെ 10 മണിയുണ്ടെങ്കിൽ 10:05 ഹാജരായി 12 തീർന്നാൽ 12 അടിക്കുമ്പോൾ അപ്രത്യക്ഷരാകുന്നവർക്ക് പ്രതിഫലം തരുമെന്ന് പഠിപ്പിക്കുന്ന ഒരു വാക്യം ഞാൻ കണ്ടിട്ടില്ല. പണ്ടൊരാൾ പറഞ്ഞു, ഞാൻ വരുന്നത് തന്നെ വലിയ കാര്യമാണെന്ന് ഓർത്താൽ മതി. ഞാൻ പറഞ്ഞു, വരാതിരുന്നാൽ നല്ലത്. കാര്യം എന്താ? ഇത്ര ബുദ്ധിമുട്ടിയൊന്നും നിനക്ക് വേണമെങ്കിൽ വരിക. ഇവിടെ വരുന്നവൻ സഭയുടെ കാന്തന, ഇവിടെ എഴുന്നള്ളവൻ മഹാരാജാവാ. ആ മഹാരാജാവിന്റെ സന്നിധിയിൽ യോഗ്യത നമുക്ക് ആർക്കുമില്ല. കൃപയാൽ ലഭിച്ചതല്ലാതെ ആ സന്നിധിയിൽ ഒന്ന് വരാന്, ആ പാദപീഠത്തിൽ ഒന്ന് മുട്ടുകുട്ടാന്, ആ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ദൈവമേ ഒന്ന് വിളിക്കാൻ കിട്ടിയ ഭാഗ്യമെന്നല്ലാതെ എന്നാ പറയേണ്ടത്? ഒരു സ്തോത്രമൊക്കെ പറഞ്ഞാട്ടെ ദൈവത്തിന്. രാവിലെ ഞാൻ പറഞ്ഞത് മറന്നുപോയോ? ദൈവത്തിന് ഓരോ എന്നാ ബഹളോ വീട്ടില്? ഒന്ന് ഉറക്കെ പറഞ്ഞേ, ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഭാഗ്യമാ കർത്താവിന്റെ നാമം ഒന്ന് ഉച്ചരിക്കാൻ കിട്ടുന്നത്. അവിടേക്ക് തിരിച്ചു വന്നാൽ തൊഴിലോ എന്നതിനത് പറഞ്ഞു, ഏത് ജോലി ചെയ്യുന്നവർക്കും ഒഴിവ് കഴിവില്ല. പച്ചയ്ക്ക് പറയട്ടെ, നിനക്ക് എക്സെപ്ഷൻസ് ഒന്നുമില്ല. ഈ ജോലി ഒരു ശുശ്രൂഷയായി കാണണം. തെളിവുണ്ട്. കാരാഗൃഹത്തിൽ കിടക്കുന്നവരെ അതിന്റെ ചുമതലയേറ്റ യോസഫ് കണ്ടത് അവിടെ ഒരു വാക്യമുണ്ട്, അവൻ അവർക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. എന്റെ ജോലി ദൈവഹിതം നിറവേറ്റുന്നതിന് പിൻബലമാകട്ടെ. അത് ചെയ്യണ്ട എന്നല്ല, പക്ഷേ അത് ചെയ്യുമ്പോഴും ഏത് സമയം കർത്താവിന് കൊടുക്കാൻ കഴിയുമോ, ആ ജോലിയുടെ നന്മ കൊണ്ട് ദൈവസഭ എങ്ങനെ ശുശ്രൂഷിക്കാൻ കഴിയുമോ, അങ്ങനെ ശുശ്രൂഷിക്കുവാൻ സമർപ്പണമുള്ളവരെ മാത്രമേ ദൈവസഭയ്ക്ക് അനുഗ്രഹമായി സ്വർഗം നിർത്തത്തുള്ളൂ. ഇന്ന് രാത്രി കാഴ്ചപ്പാട് മാറണം. ഉള്ളത് പറയുമ്പോൾ പിണങ്ങിയിട്ട് കാര്യമില്ല. എന്നാ യോഗത്തിൽ താമസിക്കുന്നേ? ജോലി കഴിഞ്ഞ് ഓടി വരുന്ന കാര്യമല്ല കേട്ടോ, അതല്ല ഞാൻ പറയുന്നത്. ന്യായമായ കാരണമല്ല. അല്ല, ഞായറാഴ്ചയാണെന്ന് തലേ ദിവസം അറിയില്ലായിരുന്നു. രാവിലെ ഒരു ഓട്ടം ഉണ്ട് തേക്കാൻ, അപ്പൊ കരണ്ട് പോകും. പിന്നെ കഴിഞ്ഞ ദിവസം ഇച്ചിരി അഴുക്ക് പിടിച്ച് ദൈവസരത്തിൽ വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ. പുതിയത് വേണമെന്നല്ല, ഇത് പറഞ്ഞ് വീട്ടിൽ വഴക്കുണ്ടാക്കരുത്. ഉള്ളത് നന്നായി തലേ ദിവസമേ തീർത്ത് യഹോവയുടെ ആലയത്തിൽ മഹാരാജാവ് എഴുന്നള്ളുന്ന സമയത്തിന് മുൻപേ ആ രാജാതിരാജാവിനെ സ്വീകരിക്കുവാൻ ഹൃദയത്തിന്റെ ഒരുക്കത്തോടുകൂടെ ശാന്തമായി ദൈവം മുൻപാകെ വരണമെങ്കിൽ, ദൈവസഭയിൽ നിന്റെ പങ്കാളിത്തം ഉണ്ടാകണമെങ്കിൽ, നീ ദൈവവേലയെ ഏറ്റവും അത്യുന്നതമായി കാണണമെങ്കിൽ, നീ ഏത് ജോലി ചെയ്താലും അതിലെല്ലാം വലുതായി ദൈവത്തിന്റെ വേലയെ കണ്ടേ പറ്റുള്ളൂ. യോസഫ് അങ്ങനെയായിരുന്നു. യോസഫ് ഈജിപ്ഷ്യൻ സാമ്രാജ്യത്തിൽ രണ്ടാമൻ. ശരിയല്ലേ മക്കളെ? രണ്ടാമൻ. ദാനിയേൽ രണ്ടാമൻ. നെഹമ്യാവ്, ഇവർക്കെല്ലാം സമയമുണ്ടായിരുന്നു കേട്ടോ.
നമ്മൾ പറയുന്ന ഒഴിവുകൾ സ്വർഗം സ്വീകരിക്കുമോ എന്ന് ചിന്തിക്കേണ്ടത് ഇവരുടെ പേരുകൾ കൂടെ ചേർത്ത് വെച്ച് നമ്മുടെ പേരൊന്ന് എഴുതിയിട്ടാ. ഏബ്രഹാം ലിങ്കന് പ്രാർത്ഥിക്കാൻ സമയമുണ്ടായിരുന്നു. ജോർജ് വാഷിംഗ്ടന് പ്രാർത്ഥിക്കാൻ സമയമുണ്ടായിരുന്നു. ദൈവസഭയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കുറയുന്ന 2 യോഗമുണ്ട്. ഒന്ന് പ്രാർത്ഥനാ യോഗം, 2 വചനപഠനം. ഇതിന് പോകാത്തവന് കർത്താവിന്റെ മേശ എടുക്കാൻ യോഗ്യതയില്ല. ഞാൻ അങ്ങനെ തന്നെയാ പറഞ്ഞത്. അത് പക്ഷെ തെളിയിക്കണമെങ്കിൽ അല്പസമയം തരണം. എവിടെയാ സഹോദര, എവിടെയാ സഹോദരി? നിനക്കൊന്നിനും സമയമില്ലെങ്കിൽ നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം കേൾക്കണമെന്ന് എങ്ങനെ വാശി പിടിക്കാനായിട്ട് സാധിക്കും? ദൈവം നമ്മുടെ യജമാനനാണ്, നാം ദൈവത്തിന്റെ യജമാനന്മാരല്ല. ദൈവപക്ഷത്തു നിന്ന് ക്രിസ്തുവിന്റെ ദാസൻ എന്ന നിലയിൽ ദൈവം തന്ന അധികാരത്തോടെ ഞാനിങ്ങനെ പറയട്ടെ, ദൈവസഭയിൽ രക്ഷിക്കപ്പെട്ട ആരായിരുന്നാലും അവരുടെ ആദ്യത്തെ ഉത്തരവാദിത്വം കർത്താവിനോടും കർത്താവിന്റെ ശുശ്രൂഷയോടും കർത്താവിന്റെ സഭയോടുമാണ്. അതിൽ വിട്ടുവീഴ്ച വരുത്തുന്നവരോട് പ്രസാദിക്കുന്ന ഒരു ദൈവമല്ല ഞാൻ പഠിച്ചിട്ടുള്ള ദൈവം. അത് ദൈവപക്ഷത്തു നിന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ കുറ്റക്കാരനായി തീരും. അങ്ങ് ആരാണ് എനിക്കത് വിഷയമല്ല. പക്ഷെ ഞാൻ ദൈവത്തെ ഭയപ്പെട്ട് പറയട്ടെ, തൊഴിലോ കൂടാരപ്പണിയായിരുന്നു. ഒന്ന്. രണ്ടാമത്തെ വിഷയത്തിലേക്ക് നമുക്ക് വരാം. ഈ ദൈവസഭയെ പ്രയോജനപ്പെടണമെങ്കിൽ വചനം നന്നായിട്ട് പഠിക്കണം. അങ്ങോട്ട് ശീലമുണ്ടോ? വചനം വായിക്കാറുണ്ടോ എന്നും? വചനം വായിക്കാതെ ഉറങ്ങിയ നെഞ്ചുവേദന വരാറുണ്ടോ? ഇങ്ങനൊക്കെ പറഞ്ഞ എന്റെ ഗതി എന്താവും? വചനം വായിക്കാറുണ്ടോ? തനിയെ കുടുംബ പ്രാർത്ഥനയ്ക്ക് 117 വായിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. തന്നെ ദൈവസന്നിധിയിൽ ഇരിക്കാറുണ്ടോ? അങ്ങനെ ഇരിക്കാത്ത ഒരാളെ പ്രയോജനപ്പെടുത്താവുന്ന വേദോസം പറഞ്ഞിട്ടില്ല. വരാം വചനത്തിലേക്ക്. വചനം ആഴത്തിൽ പഠിക്കുന്നവരെ മാത്രമേ സഭയിൽ ശരിയായി ദൈവം ഉപയോഗിക്കുന്നുള്ളൂ. ആ വാക്യത്തിലേക്ക് വരിക. 18-ാം അധ്യായത്തിന്റെ 24 മുതൽ 26 വരെ ഒന്ന് വായിച്ചു പോകാം. അലക്സാന്ദ്രിയക്കാരനായി വാഗ്വൈഭവവും തിരുവെഴുത്തുകൾ സാമർഥ്യമുള്ള അപ്പൊല്ലോസ് എന്ന പേരുള്ള ഒരു യഹൂദൻ എഫെസോസിൽ എത്തി. അടുത്ത ആളെ ദൈവം കൊണ്ടുവരിക. അവൻ കർത്താവിന്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവൻ ആയിരുന്നു. യോഹന്നാന്റെ സ്നാനത്തെക്കുറിച്ച് മാത്രം അറിഞ്ഞിരുന്നുവെങ്കിലും ആത്മാവിൽ എരിവുള്ളവനാകിയാൽ സ്തോത്രം അവൻ യേശുവിന്റെ വസ്തുത സൂക്ഷ്മമായി പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. 26-ാം വാക്യം വരച്ചിട്ടോണം. 26-ാം വാക്യം. അവൻ പള്ളിയിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു തുടങ്ങി. അക്കിലാസും പ്രിസ്കില്ലയും അപ്പൊല്ലോസിന്റെ പ്രസംഗം കേട്ടാറെ അവനെ ചേർത്തുകൊണ്ട് ദൈവത്തിന്റെ മാർഗം അധികം സ്പഷ്ടമായി അവന് തെളിയിച്ചു കൊടുത്തു. 2 ചിന്ത. ഒന്ന്, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അക്കിലാസും പ്രിസ്കില്ലയും അധികം സ്പഷ്ടമായി, ആ വാക്ക് കളർ ചെയ്തിട്ടുള്ളത്, അധികം സ്പഷ്ടമായി തെളിയിച്ചു കൊടുത്തു. എൻ്റെ ചോദ്യം, അധികം സ്പഷ്ടമായി തെളിയിക്കണമെങ്കിൽ വചനം എങ്ങനെ അറിയണം? പറഞ്ഞാട്ടെ ശരിയാ, പറഞ്ഞാട്ടെ. അധികം സ്പഷ്ടമായി അറിയുന്നവർക്ക് അധികം സ്പഷ്ടമായി പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അവിടെ ഇത് ഒരാളുടെ മാത്രം കാര്യമാണോ? അല്ല. 8-ാം അധ്യായം പ്രവർത്തികളുടെ പുസ്തകം നമുക്കറിയാം. 8-ാം അധ്യായത്തില് ഷണ്ണന് ഫിലിപ്പോസിനോട് പറയുന്ന വാക്ക്, ചോദിക്കുന്ന ചോദ്യം നമുക്കറിയാം. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നോ? ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകുന്നില്ല. മറുപടി, ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാതിരുന്നാൽ
എങ്ങനെ ഗ്രഹിക്കും? താഴേക്ക് 35-ാം വാക്യം. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. എങ്ങനെയാ സുവിശേഷം പറഞ്ഞേ? ഗ്രഹിക്കത്തക്ക നിലയിൽ എടുത്ത വേദഭാഗത്തിന്റെ ഇഴ കീറി മുറിച്ച് പറഞ്ഞിട്ടുള്ള ദൈവ കുഞ്ഞാട് യേശുവാണെന്ന് സമർത്ഥിച്ച് ആ യേശുവിന്റെ രക്തത്താലാണ് ശുദ്ധീകരണമെന്ന് അവനെ പഠിപ്പിച്ച് അവനെ രക്ഷയിലേക്ക് നയിപ്പാൻ തക്കവണ്ണം ഫിലിപ്പോസിന് കഴിഞ്ഞത് വചനം അറിയാവുന്നത് കൊണ്ട്. സ്തോത്രം. ഈ സുവിശേഷം പറയാൻ പോകുമ്പോൾ ഒരു ക്രമമുണ്ട്. ചുമ്മാ അതിന് പോകരുത് പ്ലീസ്. സുവിശേഷം പറയലെന്നല്ല ഞാൻ പറഞ്ഞ, ട്രാക്ട് കൊടുത്തോണം, സുവിശേഷം പറയണം. പക്ഷെ അതിനു മുൻപ് ഒരു പരിശീലനമുണ്ട്. നമ്മുടെ കഥയല്ല. ചിലരങ്ങോട്ട് ഈ സുവിശേഷം പറയാൻ കൂടെ പോയ പിന്നെ അവൻ്റെ കൂടെ പോയാൽ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ബെല്ലും ബ്രേക്കും ഒന്നും കാണത്തില്ല. അങ്ങനെ പറയാനുള്ളതല്ല സുവിശേഷം. സുവിശേഷം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ്. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ യേശു, അതാണ് സുവിശേഷം. അത് പറയാത്തതൊന്നും എന്തല്ല സുവിശേഷമല്ല. ഇവിടെ ഫിലിപ്പോസ് ഗ്രഹിക്കത്തക്ക നിലയിൽ, ഷണ്ണൻ ഒന്നും അറിയാത്ത ആളൊന്നുമല്ല, പുള്ളി ഒന്നും അല്ലെങ്കിൽ കുറഞ്ഞ വർഷം ആരാ? ഒരു ധനകാര്യമന്ത്രിയാ. ഒരു രാഷ്ട്രത്തെ മുഴുവൻ സാമ്പത്തികമായി ഭരിക്കുന്ന ധനകാര്യമന്ത്രിക്ക് ലോകപ്രകാരം അറിവുണ്ട്. ഇല്ലേ? ഇല്ലേ? അയ്യോ മിണ്ടുന്നില്ല. ഇല്ലേ? ഉണ്ടെന്നേ. എനിക്കിപ്പോഴും ഉറക്കത്തിൽ പേടി കണക്ക് ടീച്ചർ തന്നെയാ. കിട്ടിയ ഞുള്ളിന് കണക്കില്ല. കണക്കിന് ഞാൻ കണക്കായിരുന്നു. മക്കളെ മനസ്സിലായോ? അവിടെ പോയി പറയല്ല കേട്ടോ. അവർ വലിയ ബുദ്ധിമാനാന്നൊക്കെ വിചാരിച്ചോണ്ടിരിക്കും. അതങ്ങനെ ഇരുന്നോട്ടെ. ഇവിടെ കാണാൻ സാധിക്കുന്നത് ഗ്രഹിപ്പിച്ചു. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ, എങ്ങോട്ട്? 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോ 26-ാം വാക്യത്തിൽ അധികം സ്പഷ്ടമായി ദൈവസഭയെ പ്രയോജനപ്പെടുന്ന എന്തെയാണ്? അപ്പം സിമ്പിളാ, പക്ഷെ ഭയങ്കര പാടാ. ഇരിക്കണം, ഇരുന്നേ പറ്റൂ. കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കണം. എനിക്ക് സമയമുണ്ട് കർത്താവ് എന്ന് പറയണം. ആ സമയത്തിന് വേണ്ടി ബാക്കിയെല്ലാം ക്രമീകരിക്കണം. അവരെ പഠിപ്പിക്കുന്ന അദൃശ്യനായ ഗുരു സ്വർഗത്തിൽ നമ്മുടെ മുറിക്കകത്തേക്ക് ഇറങ്ങി വരും. ഹല്ലേലൂയ. ഉണ്ട്, അനുഭവിക്കണം. അത് അനുഭവിച്ചിട്ടുള്ളവരെന്ന് കൈപൊക്കിക്കുക. സ്തോത്രം. സാംസകരങ്ങളെ താങ്ക് യു. ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ, താത്തോ എല്ലാവരും എന്നുവെച്ചാൽ വല്ലപ്പോഴും ഉള്ളതാണ്. ഒന്ന് പൊക്കിക്കേ. കൈവേദന ഉണ്ടെങ്കിൽ പൊക്കണ്ട. എനിക്കറിയാം ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞതിന്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായി കാണും. സഭയിൽ പ്രയോജനപ്പെടണമെങ്കിൽ അധികം സ്പഷ്ടമായി കർത്താവിന്റെ വചനം പഠിക്കുവാൻ ദൈവം മുൻപാകെ ദൈവമക്കൾ എപ്പോൾ സമയം വേർതിരിക്കുന്നുവോ അവരെ ശുദ്ധീകരിച്ച കുറവുകൾ മാറ്റിയെടുത്ത സഭയ്ക്ക് പ്രയോജനപ്പെടുത്തുന്ന ഒരു കർത്താവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. അവിടെ ഈ അപ്പല്ലോസ് ചെറിയ പാർട്ടിയായിരുന്നു. അതുകൂടെ ഒന്ന് നോക്കിയേ. അത് നോക്കിയാലേ ഇത് മനസ്സിലാവുള്ളൂ. നിങ്ങൾ ഈ 18-ാം അധ്യായം 24-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വാഗ്വൈഭവവും പിന്നെ തിരുവെഴുത്തുകളിൽ സാമർഥ്യവും അത് വേണം ബ്രദറെ. അപ്പൊ ഉപദേശിക്കാൻ പോയവർ ഉപദേശിക്കാൻ ചെന്നവന്റെ ക്വാളിറ്റി നോക്കിയേ. ഇത്രയും ക്വാളിറ്റി നമുക്കുണ്ടെന്ന് അവരവർ പരിശോധിച്ചാൽ മതി. അപ്പം ഈ ഭണ്ഡാരാണ്ട് പറഞ്ഞ പിടിച്ചത് വലിയൊരു കടുവയാന്ന് പറഞ്ഞ പോലെ അല്ലേ? ഉപദേശിക്കാൻ ചെന്നവര് ഉപദേശിക്കേണ്ടത് ആരെയാ? വാഗ്വൈഭവമുണ്ട് തിരുവെഴുത്തുകളിൽ. അയ്യോ, അപ്പൊ ഇദ്ദേഹത്തെ പഠിപ്പിക്കേണ്ടത്. ഇനി 25-ാം വാക്യം, കർത്താവിന്റെ മാർഗത്തിൽ ഉപദേശം കിട്ടിയിട്ടുള്ളവന് എന്ന് പറഞ്ഞ ഒന്നും അറിയാത്തവനല്ല. വിശദീകരിക്കുന്നില്ല. താഴേക്ക് വരുമ്പോൾ ആത്മാവിൽ എരിവുള്ളവൻ. നമ്മളറിയാതെ കാലൊന്ന് മുട്ടിടിക്കും. എനിക്കിരിക്കും, നിങ്ങൾക്കിരിക്കുമോന്ന് എനിക്കറിയത്തില്ല. അല്ലാതെ അവരവർ നോക്കിയാൽ മതി ഇരിക്കുന്നുണ്ടോന്ന്. ആത്മാവിൽ എന്നതാ ഒരു എരിവൊന്നും ഇല്ലല്ലോ. പറ, ആത്മാവിൽ എന്നതാ എരിവുണ്ടായിരുന്നു. ആർക്ക്? അപ്പല്ലോസിന്. ഈ അപ്പല്ലോസിനെ പഠിപ്പിക്കാൻ പോവാ. എന്നിട്ട് താഴേക്ക് വരുമ്പോൾ യേശുവിന്റെ വസ്തുത സൂക്ഷ്മമായി പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നവൻ. കുറഞ്ഞതൊരു 3-4 ഡിഗ്രി കൊടുക്കാം, അല്ലയോ? 26-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ
നമുക്ക് കാണുവാൻ സാധിക്കുന്ന പള്ളിയിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കുന്നത്. ഈ പുള്ളിയെ ഉപദേശിക്കാൻ ആര് പോണേ? പറ, ആര് പോന്ന? ഇന്ന് തീരുവാ, നാളെ ഇല്ല. ആര് പോകുന്നത്? അഖിലാസും പ്രിസ്കില്ലേ. നമ്മുടെ പേരൊന്ന് എഴുതി വെച്ചേ അവിടെ. ഇത്രയും വചനത്തിന്റെ തികവുള്ള ഒരുത്തനെ ഉപദേശിക്കാൻ സഭയിൽ പ്രാപ്തിയുള്ളവരുണ്ടാകണം. അത് ഓരോ ദൈവ പൈതലിന്റെയും ഉത്തരവാദിത്തമാണ്. ഒരുപക്ഷെ നമുക്ക് പുൾപിറ്റിൽ എല്ലാവർക്കും പ്രസംഗിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരാം, അത് പാപമല്ല. ഒരുപക്ഷെ എല്ലാവർക്കും പാടാൻ കഴിഞ്ഞില്ല എന്ന് വരാം, അതും പാപമല്ല. പക്ഷെ വചനം പഠിക്കാത്ത വിശ്വാസി പിശാചിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ. കടത്തി പറയട്ടെ, വചനം പഠിക്കാൻ ആഗ്രഹമില്ലാത്തവൻ, വചനം വായിക്കാതെ ഉറങ്ങാൻ പറ്റുന്നവൻ രക്ഷിക്കപ്പെട്ടോ എന്ന് സംശയിക്ക തന്നെ വേണം. കാരണം വീണ്ടും ജനിക്കുന്നത് വചനത്താലാണ്. The source of salvation എന്ന് പറയുന്നത് it is the word of God. വീണ്ടും ജനിച്ചത് വചനത്താലാണ്, ജീവിക്കുന്നത് വചനത്തിന്റെ വെളിച്ചത്താലാണ്. അത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായതാ. ആ വചനം ഹൃദയത്തിൽ ചേർക്കാൻ, വായിക്കാൻ, ദൈവശബ്ദം കേൾക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞാൽ ക്ഷമിക്കണം, നീ രക്ഷിക്കപ്പെട്ടൊന്ന് 2 വട്ടം പരിശോധിക്കണം. പ്രയാസം തോന്നരുത്, ഉള്ളത് പറയാൻ പോവാ. നമ്മുടെ സഭകളൊന്നും കർത്താവ് വന്ന് അധികം കൂട്ടേണ്ടി വരികയൊന്നുമില്ല, അതൊക്കെ പണ്ടായിരുന്നു. ഗുണപ്പെടാത്ത ഒരുപാടെണ്ണം ഇതിനകത്തുണ്ട്. കാര്യം എന്നാ, അറിവ് കൊണ്ട് രക്ഷിക്കപ്പെട്ടവരുണ്ട്, നിർബന്ധിച്ച് രക്ഷിക്കപ്പെടുത്തിയവരും കാണാം, ഫ്ലോയിൽ രക്ഷിക്കപ്പെട്ടവരുണ്ട്. പക്ഷെ ചങ്കിനകത്തുനിന്ന് യേശു എൻ്റെ കർത്താവ് എന്ന് പറഞ്ഞവൻ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ. അവൻ വചനം പഠിക്കും, അവന് വചന പഠനം ഹരമായി തീരും. അവന് രക്ഷിതാവിന്റെ ശബ്ദം ഇമ്പമുള്ള സ്വരമായിരിക്കും. അവൻ കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ ആഗ്രഹിക്കും. അവന്റെ സമയത്തിന്റെ പ്രയോറിറ്റി അവൻ വചനത്തിന് കൊടുക്കും. ഇന്ന് രാത്രി ഒരു സ്വയപരിശോധന. അങ്ങനെയുള്ളവരാണ് സഭയിൽ പ്രയോജനപ്പെടുക. അപ്പൊ സഭയിൽ പ്രയോജനപ്പെടാൻ എന്നാ വേണം? ഞാൻ വാക്യങ്ങളൊക്കെ വിട്ടു, എനിക്ക് 2 കാര്യം കൂടെ പറഞ്ഞേ പറ്റുള്ളൂ. സമയം തന്നിട്ടുണ്ട്, ഇന്ന് നീട്ടി തന്നിട്ടുണ്ട്, പക്ഷെ അത്രയും നീട്ടുകയല്ല. അതിനു മുമ്പ് ഞാൻ നിർത്തിക്കോളാം. കണ്ണടച്ച് ധ്യാനിക്കല്ലേ. സഭയിൽ പ്രയോജനപ്പെടാൻ വചനം എങ്ങനെ പഠിക്കണം? സൂക്ഷ്മമായി. വേറൊരു വാക്കൂടെ ഞാൻ പറഞ്ഞായിരുന്നു, എങ്ങനെ പഠിക്കണം? സ്പഷ്ടമായി. അവരവരത്തിനെ ഒന്ന് പരിശോധിച്ചേ. വേദപുസ്തകം ഇല്ലാഞ്ഞിട്ടാണോ പഠിക്കാന്? ഇരിക്കാൻ മുറിയില്ലാഞ്ഞിട്ടാണോ പഠിക്കാന്? ദൈവം നന്മകൾ തരാഞ്ഞിട്ടാണോ പഠിക്കാന്? പഠിക്കാഞ്ഞത് ആരുടെ കുഴപ്പമാ? എന്റെ കുഴപ്പമാ. ഇന്ന് രാത്രി അത് എന്റെ കുഴപ്പമാണെന്ന് സമ്മതിക്കാൻ കഴിയട്ടെ. മുന്നിലേക്ക് വരട്ടെ. 3-ാമത്തെ കാര്യം, ഈ ദൈവസഭയിൽ പ്രയോജനപ്പെടാൻ കർത്താവിന്റെ വേലയെ we should consider the Lord's work as the most precious, important one. കർത്താവിന്റെ വേല ഏറ്റവും ശ്രേഷ്ഠമായും ഉന്നതമായും കാണാൻ കഴിയണം. വളരെ ആവശ്യമാണ്. അത് കർത്താവിന്റെ വേല ആയതുകൊണ്ടാണ്. ഒറ്റ ഉത്തരവേ ഞാൻ പറയുന്നുള്ളൂ. സ്വർഗത്തിന്റെ പണിയാണ്, എല്ലാവർക്കും അത് ചെയ്യാൻ ഉത്തരവാദിത്തമുണ്ട്. ഞാൻ പലയിടത്തും പറയും, സ്വർഗത്തിൽ പ്രോത്സാഹന സമ്മാനം, സ്വർഗത്തിൽ പ്രോത്സാഹന സമ്മാനം ഇല്ല. കിട്ടാതിരിക്കുന്ന നല്ലത്. കാര്യം എന്നാ, ക്യാമ്പ് നടക്കുക, ഈ ചെറുക്കനൊന്നും കിട്ടിയില്ല. അവനാണെങ്കിൽ ഒരു മൂലയ്ക്ക് ഒളിച്ചിങ്ങനെ തലയും കുനിച്ചിരിക്കുമ്പോൾ ഒരു അനൗൺസ്മെന്റ്, സമ്മാനം കിട്ടാത്ത പിള്ളേർക്കല്ല ഇപ്പൊ എന്നാ ഉണ്ട്. ഈ വരുന്ന ഒരെണ്ണത്തിൻ്റെയെങ്കിലും മുഖം തെളിഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നിട്ട് ടിമ്പറിക്കാ പോലെ പെൻസിലും കൊടുത്ത് അവനെ വിട്. അതിലും നല്ലത് അവനെ തല്ലിക്കൊല്ലുന്നു. കാര്യം എന്നാ, അവൻ എവിടെങ്ങാണ്ടൊക്കെ ഒന്നും കിട്ടാതെ, ആരും കാണാതെ. പക്ഷെ സ്വർഗത്തിൽ എന്നാ ഇല്ല. There will be no consolation prize in heaven. ഉള്ളതിനെ കിട്ടുള്ളൂ. കിട്ടുന്നത് ഇവിടെ വെച്ച് പലതും അറിയാം. ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല. പക്ഷെ ഇവിടെ പറയുന്നത് കർത്താവിന്റെ വേല ഏറ്റവും ശ്രേഷ്ഠമായിരിക്കണം. അത് പറയുമ്പോൾ
ഏതാണ്ട് 5 കൂട്ടം 4 കൂട്ടം കാര്യങ്ങളുണ്ട്. ചിലത് മാത്രമേ ചിലപ്പോൾ പറയത്തുള്ളൂ. പ്രേരണ ഉണ്ടെങ്കിൽ പറയാം, സമയവും അനുവദിക്കുന്നെങ്കിൽ. നിങ്ങളുടെ മുഖം മാറിയാൽ ഞാൻ അവിടെ അവസാനിപ്പിക്കുന്നതാണ്. 16-ാം അധ്യായം 3-ാം വാക്യം, റോമാലേഖനം. അവിടെ എന്താ വായിക്കുന്നത്? ക്രിസ്തുവേശുവിൽ എൻ്റെ കൂട്ടുവേലക്കാരായ പ്രിസ്കയെയും അഖിലാവയും വന്ദനം ചെയ്യുകയും. ആദ്യത്തെ പദമാണ് ആദ്യത്തെ വിഷയം. ക്രിസ്തുവേശുവിൽ സഭയിൽ പ്രയോജനപ്പെടാൻ എല്ലാ ബന്ധങ്ങളുടെയും അടിസ്ഥാനം എന്താകണം? ഇതാകണം, ക്രിസ്തുയേശുവിൽ. ആദ്യ രാത്രിയിൽ പറഞ്ഞതുപോലെ വിശുദ്ധമായിരിക്കണം. സ്തോത്രം. അതിൻ്റെ ഇടയ്ക്ക് ജഡികമായത്, സ്വയത്തിൻ്റെത്, സ്വന്തം പേരിൻ്റെത്, അഭിമാനത്തിൻ്റെത്, വൃഥാഭിമാനത്തിൻ്റെത്, അഹങ്കാരത്തിൻ്റെത്, സമൃദ്ധിയുടേത്, ഇതൊന്നും വളരുത്. ആരുമായിട്ടുമുള്ള ബന്ധം ദൈവം മുൻപാകെ ഒറ്റ അടിസ്ഥാനത്തിലാണ്. എന്നതാ അത്? ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ. അവരനുഗ്രഹിക്കപ്പെട്ടത് അതുകൊണ്ടാണ്. അവർ തങ്ങളെ തന്നെ എല്ലാ കാര്യത്തിലും ദൈവത്തിന് കൊള്ളാകുന്നവരാക്കി തീർത്തതും എന്തുകൊണ്ടാ? ഈ ക്രിസ്തുവിൽ എന്ന കാര്യം കൊണ്ടാണ്. രണ്ടാമത്തെ കാര്യം 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, റോമാലേഖനത്തിൽ 16-ാം അധ്യായം, അത് കൈവച്ചോണേ. അവിടെ വായിക്കുന്നു, ക്രിസ്തുവിൽ എൻ്റെ കൂട്ടുവേലക്കാർ എന്ന് പറഞ്ഞാൽ എന്നാ? എൻ്റെ ചിന്തയാണ്, ഇത് കഴിഞ്ഞ് എന്നെ ഓടിക്കൊന്നും ചെയ്യില്ല, എനിക്കങ്ങനെ ഓടാനൊന്നും വയ്യ. നാളെ രാവിലെ ട്രെയിനുള്ളൂ, രാത്രിയൊന്നുമില്ല. എൻ്റെ കൂട്ടുവേലക്കാർ. ഞങ്ങളുടെ കൂട്ടുവേലക്കാരൻ എഴുതിയില്ല. കാര്യം എന്നാ? അപ്പോസ്തലനായ പൗലോസിനെ അവരുടെ ട്രാക്കിൽ കൊണ്ടുവരാൻ അവർ ശ്രമിച്ചില്ല. ഒത്തിരി കാര്യങ്ങളൊക്കെ അപ്പോസ്തലനോട് ചേർന്ന് അവർ ചെയ്തു. വീട്ടിൽ താമസിപ്പിച്ചു, കൂടെ നിന്നു, ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോസ്തലന് കർത്താവ് കൊടുത്ത ബോധ്യത്തിലേക്ക് അവരുടെ ജീവിതത്തെ അവർ ക്രമീകരിച്ചു. സ്തോത്രം. മനസ്സിലായോ? അപ്പോസ്തലന് കൊടുത്ത കാഴ്ചപ്പാടിനനുസരിച്ച് അഖിലാവും പ്രിസ്കില്ലയും അവരുടെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്തു. നമ്മുടെ നിർബന്ധം എന്താ? ഞാൻ പറയുന്നത് ഒന്നും അറിയാത്ത പോലെ ആരും മിണ്ടുന്നില്ല. ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ എനിക്ക് അദ്ദേഹം ആരാണ്? പ്രിയങ്കരനാണ്. ദൈവദാസന്മാർക്കും ശുശ്രൂഷകന്മാർക്കും മനുഷ്യന്റെ ആലോചനയ്ക്ക് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. അത് സ്വർഗത്തിലെ ആലോചനയ്ക്ക് അനുസരിച്ച് പറ്റത്തുള്ളൂ. അതുകൊണ്ട് കർത്താവിന്റെ വേലയിലും സഭയിലും പ്രയോജനപ്പെടണോ? നീ പിടിച്ച മുയലിന് 16 കൊമ്പൊന്നുമില്ല. നിന്റെ കൊമ്പെല്ലാം വെട്ടിമാറ്റിയിട്ട് ക്രിസ്തുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച്, ആ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ എൻ്റെ ജീവിതത്തെ ആ പാദത്തിൽ കൊടുത്ത് ദൈവസന്നിധിയിൽ ഞാൻ എന്നെ കർത്താവിനനുസരിച്ച് ക്രമീകരിക്കുക. നെക്സ്റ്റ് 3-4-ാം വാക്യത്തിൽ അവിടെ എന്താ വായിക്കുന്ന? റോമാലേഖനം 16:4. അയ്യോ, അത് വിശദീകരിക്കണം, പക്ഷെ വിശദീകരിക്കുന്നില്ല. അവരെന്റെ പ്രാണന് വേണ്ടി കഴുത്ത് വെച്ച് കൊടുത്തവരാ. ഇനി ഒന്നും കൊടുക്കാൻ അവർക്ക് ഇല്ല. ഇതിൽ കൂടുതൽ വല്ലതും കൊടുക്കാനുണ്ടോ? ഉണ്ടോ വെച്ചാ? എൻ്റെ അറിവിലില്ല. ഉണ്ടോ വെച്ചാ? ഇതിൽ കൂടുതൽ കഴുത്ത് ഇത് വെട്ടി വെച്ച് പിന്നെ എന്നാ പോകും? നമ്മള് ഇല്ല, എൻ്റെ നമ്മൾ പിന്നെ ഷൂവാ, നമ്മളില്ല. എന്നെ അതിശയിപ്പിച്ച കാര്യം, ഈ ദൈവം കൂട്ടിച്ചേർത്ത അപ്പോസ്തലനായ പൗലോസും അഖിലാവും പ്രിസ്കില്ലയെല്ലാം ഒരു നുകത്തെ കെട്ടാൻ കൊള്ളാവുന്നവരായിരുന്നു. അല്ലാത്തൊരു വന്നാൽ ശരിയാവത്തില്ലെന്നേ. ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ട് പോകുന്നവനും, സുവിശേഷ വേലയ്ക്ക് പോകുമ്പോൾ ടൂറ് കാണാൻ പോകുന്നവനും, വേറെ പല ഐഡിയാസുമായിട്ട് വരുന്നവനൊന്നും പറ്റിയ പണിയല്ല ഇത്. ഇവിടെ വ്യക്തമായി പറയട്ടെ, സുവിശേഷ വേലയിൽ ദൈവേഷ്ടമേ ഉള്ളൂ. സഭയുടെ പണിയിൽ കർത്താവിന് ഇഷ്ടമേ ഉള്ളൂ. ഇവരുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? ഈ പറയുന്ന അഖിലാവിന്റെയും പ്രിസ്കില്ലയുടെയും ആറ്റിറ്റ്യൂഡ് എന്താ? സുവിശേഷത്തിന് വേണ്ടി അവർ തങ്ങളുടെ പ്രാണനെ, കഴുത്തിനെ, മക്കളെ മനസ്സിലായോ, കഴുത്തിനെ വെച്ച് കൊടുത്തവരായിരുന്നു. പൗലോസ് അപ്പോസ്തലനും പ്രവൃത്തി 20:24 വാക്യം ഒന്ന് വായിച്ചേ ആരെങ്കിലും. അപ്പോസ്തല പ്രവൃത്തി 20:24 ഉറക്കെ ഒന്ന് വായിക്കണം, ഊർജ്ജസ്വലമായിട്ട്. ആ ശബ്ദം കേട്ടാ ഈ സഭ ഒന്ന് കിടുങ്ങണം. ഉറക്കെ. ആരുമില്ലയോ? എങ്കിലും എന്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. അത് കഴിഞ്ഞ്
എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു എന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്ക്. അപ്പൊ പൗലോസ് അപ്പോസ്തലന്റെ കാഴ്ചപ്പാടെന്താ? കർത്താവ് തന്ന തികയ്ക്ക, അതിനപ്പുറത്ത് വേറൊന്നും ഇല്ല. കൂടെ വന്നവരോ അവര് സുവിശേഷത്തിന് വേണ്ടി എന്ത് കൊടുക്കാൻ തയ്യാറാ? അയ്യോ, ഇവരുടെ മേലെ ദൈവം എങ്ങനെ ആദരിക്കാതിരിക്കുന്നത്? നമ്മൾ പാടും, എല്ലാം ഞാൻ കള്ളം പറയല്ലേ, എല്ലാം ഞാൻ ഏകിടുന്നൻ മാനസം. മക്കൾ ജനിക്കുമ്പോഴേ പ്ലാൻ ചെയ്യും അവരെ ആരാക്കണം. ആക്കിയോ, വിരോധമൊന്നുമില്ല, നല്ലതാവും. പക്ഷെ ഇവിടെ ഇരിക്കുന്ന എത്ര മാതാപിതാക്കന്മാർ കർത്താവിന്റെ വേലയ്ക്ക് അവരെ വിളിക്കുന്നില്ലെങ്കിൽ അവർ ലോകത്തിന്റെ ജോലിക്ക് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേര് കൂടുതലുണ്ട്? അങ്ങനെ പ്രാർത്ഥിക്കാത്ത നിങ്ങൾ ആരെങ്കിലും അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരുടെ മക്കളെ അയക്കുവാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സ്വർഗം കേൾക്കയില്ല. കോംപ്രമൈസ് ചെയ്യാൻ എനിക്ക് മനസ്സില്ല. കാര്യം നമുക്കുള്ളത് കൊടുക്കാതെ മറ്റവന്റെ കൊടുക്കാൻ പറയാൻ എളുപ്പമാ. കർത്താവിന്റെ വേല ഏറ്റവും ശ്രേഷ്ഠമായി കാണുന്നവർ എനിക്കുള്ളത് കൊടുക്കാൻ തയ്യാറാകണം. അത് കർത്താവ് എടുക്കുന്നില്ലെങ്കിൽ മറ്റേതിന് പോകട്ടെ. ദൈവത്തിന് എല്ലാവരെയും വേണം. പക്ഷേ ലോകത്തിലൊന്നും കിട്ടിയില്ല, ഊർജ്ജമൊന്നും ഇനിയില്ല, എന്നാൽ ഇനി കർത്താവിന്റെ വേലയ്ക്ക് ദയവേദാപാപം ചെയ്യരുത്. ഇത് അന്തസ്സിന്റെ വേലയാ, ഇത് രാജാവിന്റെ വേലയാ, ഇത് മഹാരാജാവിന്റെ ജോലിയാ. ദൈവത്തിന് നിന്നെ ഏറ്റവും വിലയുള്ളത് ആദ്യം കൊടുക്കുക. സ്വർഗം തന്നത് ലോകത്തിലേക്കും സ്വർഗത്തിലേക്കും വിലയുള്ള ഏകജാതനായ പുത്രനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, നമ്മുടെ മക്കളെ കർത്താവിന് കൊടുക്കാൻ തയ്യാറുള്ള എത്ര അപ്പനമ്മമാരെ കൂടുതലുണ്ട്. ജനിക്കുമ്പോഴേ ഓർമ്മ വയ്ക്കുന്നതിന് മുൻപേ അവന്റെ മനസ്സിൽ ദൈവവേലയെ ചെറുതായും മറ്റുള്ളതിനെ വലുതായും കാണിച്ചിട്ട് അവൻ നന്നാകാതെ വരുമ്പോ അവനെ ഓർത്ത് കരയുന്ന നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലജ്ജിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ എൻ്റെ മക്കളെ കൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ മറ്റൊരാളുടെ മക്കളെ കൊടുക്കാൻ പ്രാർത്ഥിപ്പാൻ എനിക്ക് യോഗ്യതയില്ല. ഇല്ല. ഇന്ന് രാത്രി നിങ്ങളുടെ കൂട്ടമായി ആക്രമിച്ചാലും ഞാൻ ഇങ്ങനെ പറയട്ടെ, അതാണ് സത്യം, അത് മാത്രമാണ് സത്യം. പ്രിയപ്പെട്ടവരെ, ഇവർ കർത്താവിന്റെ വേലയ്ക്ക് കഴുത്തു വെച്ച് കൊടുക്കുന്നവരാണ്. ഇനിയും 5-ാം വാക്യം 16:5 എന്നതാ? അവരുടെ വീട്ടിലെ സഭയെ, വേറെ വേദഭാഗങ്ങളുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല. അപ്പൊ അവർക്ക് വീട്ടിൽ എന്നാ ഉണ്ട്? ആരും മിണ്ടുന്നില്ല. അയ്യോ, ഈ പുള്ളിയെ വിളിക്കേ വേണ്ടായിരുന്നു. വീട്ടിൽ എന്നാ ഉണ്ട് അച്ഛാ? സഭ. ഞാനതിന് ഇങ്ങനെ പറയട്ടെ, അവരുടെ വീട് ആർക്ക് കൊടുത്തു? വീട്ടില് ആർക്ക് കൊടുത്തു? ദൈവത്തിന് കൊടുത്തു, സഭയ്ക്ക് കൊടുത്തു. ആ വീട്ടിൽ ദൈവമില്ലാതിരിക്കുമോ? ആ വീട്ടിൽ ദൈവം വരാതിരിക്കുമോ? ആ വീട്ടിൽ വരുന്നവർ കർത്താവിനെ അറിയാതിരിക്കുമോ? ആ വീട്ടിൽ സ്വർഗം ഇറങ്ങി വരാതിരിക്കുമോ? ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നമുക്കുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ടോ? പണ്ടൊരിടത്ത് കോട്ടേജ് മീറ്റിംഗ് വെക്കാതിരുന്നതിന്റെ കാരണം ഞാൻ ചെന്നപ്പം കേട്ടതാ. ശരിയല്ലെന്ന് പറഞ്ഞിട്ടാ വന്ന, പിന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. വിളിക്കണ്ട, കുഴപ്പമില്ല. കേക്ക് പൊടിഞ്ഞു വീഴും. പിന്നെ എന്തിനാ കോട്ടേജ് മീറ്റിംഗ് എങ്ങനെ വെക്കുന്നത്? കേക്ക് പൊടിച്ചിട്ടിട്ട് പോകും. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ എന്നാ വേണ്ട? നല്ലതാ. അവിടെ ദൈവവും വരാൻ പോകുന്നില്ല. കാര്യം എന്നാ? കർത്താവിൻ്റെ വേലയ്ക്ക് തുറന്നു കൊടുത്ത ഇച്ചിരി പൊടിയും പുട്ടും ഒക്കെ വീഴുവന്നേ. വീഴത്തില്ലേ? വീഴത്തില്ലേ? നമ്മുടെ അമ്മയപ്പന്മാരെ ഓർക്കുക. ഇവിടെ ഇരിക്കുന്ന എത്ര സഹോദരിമാർ അങ്ങനെ ചെയ്യുന്നവരാ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി. എനിക്കറിയാം. ഒരുപാട് വീടുകളിൽ നിന്ന് ഞങ്ങൾ ആഹാരം കഴിക്കാറുണ്ട്. ഈ ആഹാരമൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ അവരുടെ അധ്വാനമൊക്കെ ഞങ്ങൾക്ക് അറിയാം. കാരണം ഞങ്ങൾക്കും കുടുംബമൊക്കെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭവനങ്ങൾ ദൈവസഭയ്ക്കായി തുറന്നു കൊടുക്കാൻ കഴിയണം. അവരെ ദൈവം പ്രയോജനപ്പെടുത്തും. ഒടുവിലായി ഒരു കാര്യം കൂടെ പറഞ്ഞു. ആ ഒരു കാര്യത്തിൽ 2 കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചോളാം. ഈ പുള്ളി നിർത്തുന്ന ഇതില്ലല്ലയോ? എനിക്ക് തന്ന സമയമായിട്ടില്ല, ധാരാളം മുമ്പിലുണ്ട്. എൻ്റെ ചെവി വന്നൊരു സമയം പറഞ്ഞായിരുന്നു, അതുകൊണ്ട്. പക്ഷെ ഞാൻ അത്രയും പോകത്തില്ല, പോകത്തില്ല. നിങ്ങളാരും പ്രാർത്ഥിക്കല്ല എനിക്ക് വേണ്ടി. നാലാമത്തെ കാര്യം,
ഈ ദൈവസഭയിൽ നന്നായി നടക്കുന്നവരെ, പെരുമാറുന്നവരെ ആദരിക്കുന്നൊരു ദൈവമുണ്ട്. അതിൽ 3 വിഷയം, 2 അല്ല 3 വിഷയം ഒറ്റ വാക്കുകൾ പറഞ്ഞു പോക്കോളാം. നോക്കുക, റോമാലേഖനം 16:3. അവിടെ നമ്മൾ കാണുന്നത് എന്താ? ക്രിസ്തുയേശുവിൽ എൻ്റെ കൂട്ടുവേലക്കാരായ പ്രിസ്കയും അക്കിലാവിനെയും വന്ദനം ചെയ്യുവീൻ. അവരെ വന്ദനം ചെയ്യുവാൻ സഭകളോട് പറയുന്നു. അപ്പൊ കർത്താവിന് വേണ്ടി ഇന്ന് മറ്റ് സഭകൾ നമ്മളെ എന്ത് ചെയ്യും? അതാണ് ഏതാണ്? ഇതാ ഗ്രേറ്റ് സല്യൂട്ട്. കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന വീടുകളെ ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടുമൊക്കെ പലരും അനുഗ്രഹിക്കും. ആ അനുഗ്രഹത്തിന് ഒത്തിരി വിലയുണ്ട്. സ്തോത്രം. 2 16:5. 1 അഭിവാദ്യം ചെയ്തു, ഗ്രീറ്റിംഗ്സ് പറഞ്ഞു, വന്ദനം ചെയ്തു. 5-ാം വാക്യത്തിൽ അവരുടെ വീട്ടിലെ സഭയെ വന്ദനം ചെയ്യുവീനെന്ന് പറഞ്ഞിട്ട് 4-ാം വാക്യത്തിന്റെ അവസാന ഭാഗം, ജാതികളുടെ സകല സഭകളും കൂടെ അവർക്ക് നന്ദി പറയുന്നു. അപ്പൊ സഭകളെല്ലാം ഇപ്പൊ എന്ത് ചെയ്യുക? കർത്താവിന് വേണ്ടി തുറന്നു കൊടുത്ത വീട് കണ്ട്, കൊരിന്ത് പട്ടണത്തിൽ ഒരു സഭയുണ്ടാകാൻ കാരണമായ ഈ കുടുംബത്തെ കണ്ട് ജാതികളുടെ സകല സഭകൾ ഇപ്പൊ എന്നാ ചെയ്യുന്നു? ആ വാക്കൊന്ന് പറഞ്ഞേ. നന്ദി പറയുന്നു. അപ്പൊ നമ്മളോട് മറ്റുള്ളവർ നന്ദി, ഞാൻ പറയുന്നത് നിങ്ങൾ തെറ്റായിട്ട് എടുക്കല്ലേ. എൻ്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. ഞാൻ താമസിക്കുന്ന എല്ലാ വീട്ടിൽ നിന്നും പോകാൻ നേരത്തെ തന്നെ ഞാൻ മുറിയുന്ന ദൈവത്തോട് നന്ദി പറയുകയും ആ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. നമ്മുടെ വീടുകൾക്കുള്ളിൽ ദൈവഭൃത്യന്മാരുടെ പ്രാർത്ഥന വേണം. നമ്മുടെ വീടുകൾക്കുള്ളിൽ ജാതികളുടെ സഭകൾ നമുക്ക് വന്ദനം ചെയ്യണം, അവർ നന്ദി പറയണം. അതിന് നമുക്കുള്ളത് കർത്താവിന് കൊടുക്കണം. അവസാനമായി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെ കേട്ടു, ശ്രദ്ധിച്ചാട്ട് തീരെയാം. ഇത്രയും കാര്യങ്ങളൊക്കെ കേട്ടു. അവരെ വന്ദനം ചെയ്യുന്നു, മറ്റ് സഭകൾ നന്ദി പറയുന്നു. ഇനി നിത്യതയിൽ ഈ കുടുംബത്തെ ദൈവം എന്ത് ചെയ്യാൻ പോവാ? ആദരിക്കാൻ പോവാ. സ്വർഗത്തിന്റെ സദസ്സ് കൂടാൻ പോവാ. കാഹളം ധ്വനിക്കാൻ പോവുകയാ. ക്രിസ്തുവേശു വാനമേഘത്തിൽ വരാനായിട്ട് പോവുകയാ. ഇവിടെ കയറി വരുവിനെന്ന ശബ്ദം വാനമേഘങ്ങളിൽ മുഴങ്ങാൻ പോകുകയാ. രക്ഷിതഗണം ഇവിടെ നിന്ന് എടുക്കപ്പെടാൻ പോകുകയാ. നിത്യതയിൽ സ്വർഗീയ സദസ്സ് കൂടാൻ പോവുകയാ. ദൈവത്തിന്റെ ദൂതന്മാർ നിരന്നു നിൽക്കുന്ന ആ റോയൽ ഹൈവേയിലൂടെ എണ്ണമറ്റ വിശുദ്ധന്മാർ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുവാൻ പോവുകയാ. ക്രിസ്തുവിന്റെ ന്യായാസനം വയ്ക്കാൻ പോവുകയാ. ഹല്ലേലൂയ. അന്ന് ഈ പേര് വിളിക്കും. ഏത് പേര്? അഖിലാവും പ്രിസ്കില്ലയും മുൻപോട്ട് വന്നാട്ടെ. അവർക്കുള്ള പ്രതിഫലം വാങ്ങിക്കാൻ അവർ നടന്നു വരുമ്പോ അവർ മാത്രമല്ല, കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിന്ന കുടുംബങ്ങൾ, സഭയിൽ പ്രയോജനപ്പെട്ട കുടുംബങ്ങൾ, വ്യക്തികൾ, റെഡ് കാർപ്പറ്റിലൂടെ നടക്കുന്ന ഒരു ദിവസം വരാനായിട്ട് പോവുകയാണ്. ഒരു നിമിഷം നമുക്ക് എഴുന്നേൽക്കാൻ കഴിവുള്ളവര് കർത്താവേ, നിൻ പാദത്തിൽ ഞാനിതാ വന്നിടുന്നു. എന്നെ ഞാൻ സമ്പൂർണമായി നിൻ കയ്യിൽ, എന്നെ ഞാൻ സമ്പൂർണമായി നിൻ കയ്യിൽ, എല്ലാം ഞാനേകിടുന്നൻ മാനസം ദേഹി ദേഹം നിൻ ഗീതം ചെയ്തിടുവാൻ എന്നെ സമർപ്പിക്കുന്നു. എല്ലാം ഞാനേകിടുന്നൻ മാനസം നിൻഹിതം ചെയ്തിടുവാൻ. ഓടട്ടെ നിനക്കായി ഞാൻ
പാടു സഹിച്ചിടുവാൻ പോകട്ടെ നാടെങ്ങും ഞാൻ നിന്നാമം ഘോഷിക്കുവാൻ. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒരു സമർപ്പണത്തിലേക്ക് വരണം. സൂക്ഷ്മതയോടെ ജാഗ്രതയോടെ ജീവിക്കാത്ത ഒരാൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. ദൈവം വിശുദ്ധിയുടെ ദൈവമാണ്. ദൈവത്തിന് രണ്ടു വാക്കില്ല. പക്ഷേ എനിക്ക് മനസ്സുണ്ട് എന്ന് പറയുന്നവരെ കുടുംബത്തിലും സഭയിലും സമൂഹത്തിലും തികവോട് ഉപയോഗിക്കുന്ന ഒരു അപ്പന നമുക്കുള്ളത്. ഇന്ന് രാത്രി വചനം പഠിക്കുവാൻ, ജീവിതത്തെ കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ, ആദ്യത്തെ കാര്യം പ്രഥമ പരിഗണന യേശുവിന് കൊടുക്കാൻ, ദൈവസഭയ്ക്ക് വേണ്ടി നിശബ്ദരാകുവാൻ, ദൈവസഭയ്ക്ക് വേണ്ടി കരയാൻ, സഭയ്ക്ക് വേണ്ടി ചിലത് നഷ്ടപ്പെടുത്താൻ, കഴുത്തു വെച്ചു കൊടുക്കാൻ ഇന്ന് രാത്രി എൻ്റെ സഹോദര സഹോദരി നിനക്ക് മനസ്സുണ്ടോ? കാൽവറിയുടെ ക്രൂശിൽ പ്രാണൻ തന്നവൻ അത് ആഗ്രഹിക്കുന്നത്, അതിൽ കുറഞ്ഞതൊന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആരെങ്കിലും യേശു കർത്താവിന് ഹൃദയം കൊടുക്കാത്തവരായിട്ടുണ്ടോ? കർത്താവിൻ്റെ അടുക്കിലേക്ക് വരണം. യേശു നിന്റെ രക്ഷിതാവാകണം, നിന്റെ ദൈവമാകണം, നിന്റെ കർത്താവാകണം. പാപങ്ങൾ കർത്താവിനോട് ഏറ്റു പറയണം. ഇന്ന് രാത്രി വിശ്വാസികളോട് പറയട്ടെ, ഇനി കാലം അധികമില്ല, നാളുകൾ അധികം നീളുകയില്ല. പക്ഷെ ഇന്ന് കർത്താവ് വന്നാൽ എങ്ങനെ ക്രിസ്തുവിനെ നാം അഭിമുഖീകരിക്കും? അഖിലാവും പ്രിസ്കില്ലയും അവർക്ക് കിട്ടിയ ഓട്ടം അവർ സന്തോഷത്തോടെ ഓടി. നാം എന്താണ് ചെയ്യുന്നത്? ഇന്ന് രാത്രി കുറവുകളൊന്ന് സമ്മതിക്കാൻ, ഞാൻ ഇനി ദൈവസന്നിധിയിൽ ഒന്നിനെയും അനാദരിക്കയില്ല. എൻ്റെ പ്രാണനുള്ളിടത്തോളം ദൈവം എന്നെ ഏൽപ്പിച്ച സഭയ്ക്കുള്ളിൽ ഞാൻ വിശ്വസ്തനായി ജീവിക്കും എന്ന് പറയാൻ എത്ര പേർക്ക് ഇന്ന് രാത്രി മനസ്സുണ്ട്? അവരവരുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുക. ഒരു നിമിഷം നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുക. ദൈവത്തിന് നിങ്ങളോട് ഒത്തിരി കാര്യം ചെയ്യാനായിട്ടുണ്ട്. ബട്ട് നീ അവൈലബിൾ ആണോ? നിനക്ക് സമയമുണ്ടോ? കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യാൻ നിനക്ക് മനസ്സുണ്ടോ? ഇല്ല എന്നാണെങ്കിൽ നിന്നെക്കുറിച്ച് പ്രതീക്ഷയില്ല. എന്നാൽ ഞാനുണ്ട്, കൃപ തരണേ, എന്നോട് കരുണ കാണിക്കണേ, എന്നെ കടന്നു പോകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നവരുടെ അടുക്കിലേക്ക് ഇന്ന് രാത്രി ഇറങ്ങി വരുന്നൊരപ്പനുണ്ട്. തൻ്റെ ഹിതം നിവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാം. കണ്ണുനീരോടെ കർത്താവിനോട് പറയാം. എല്ലാ കുറവുകളും സമ്മതിക്കുക. പരിമിതികൾ കർത്താവിനറിയാം, പക്ഷെ ഉപയോഗിപ്പാൻ വിശ്വസ്തൻ ജീവിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഇരിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവസഭയോട് സ്നേഹം അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ശുഭരാത്രി. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ സ്വർഗീയ പിതാവായ ദൈവമേ, ഞങ്ങൾ അവിടുത്തെ വലിയ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അവിടെ നൽകിയ ശ്രമങ്ങൾക്കായി പ്രത്യേകാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളായി അവിടുത്തെ വിലയേറിയ വചനം ഞങ്ങളുടെ മധ്യത്തിൽ പോഷിപ്പാനൊക്കെ വണ്ണം അവിടെ നൽകിയ നല്ല അവസരത്തെ ഓർത്ത് തിരുനാമത്തെ സ്തുതിക്കുന്നു. അതിനുവേണ്ടി അവിടുത്തെ ദാസനെ ഞങ്ങളുടെ മധ്യത്തിൽ അയച്ചു. ദാസൻ കൂടെ കർത്താവെ വിലയേറിയ വചനം ഞങ്ങൾ കേൾക്കുവാൻ അവസരം തന്നു. വളരെ സൂക്ഷ്മതയോടുകൂടി മാത്രമല്ല ദൈവനാമത്തെ മഹത്വത്തിനായിട്ട് അനുഗ്രഹകരമായ നിലയിൽ ജീവിപ്പാൻ ആവശ്യമായ കൃപ അവിടുന്ന് നൽകുമാറാകണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങൾ കേട്ട വചനങ്ങൾ പാഴായി പോകാനിടയാകാതെ
ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് വരും ദിവസങ്ങളിൽ കൂടുതലായി അത് ധ്യാനിച്ച് ഞങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ പ്രത്യേകം സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം അതിന് സംസാരിച്ച അവിടുത്തെ ദാസന് വേണ്ടി ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. താൻ വീണ്ടും പല സ്ഥലങ്ങളിലും കർത്താവിന് വേണ്ടി വിശ്വസ്ത സാക്ഷിയായിട്ട് നിൽപ്പാൻ, അവിടുത്തെ വചനം അനേക സ്ഥാനങ്ങൾ സൂക്ഷിപ്പാൻ, നിലനിൽക്കുന്ന അനേക ഫലങ്ങൾ തൻ്റെ പ്രവർത്തനം മുഖാന്തരം കാണുവാൻ അവിടുന്ന് ഇടയാക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. അതുപോലെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വയലിൽ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന പല ദൈവമക്കൾ സുശേഷന്മാർ കടന്നു വന്ന് അവരെ ഓർത്ത് പ്രത്യേകം ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ലൈറ്റ് അതുപോലെ മൈക്ക് ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾക്കൊന്നും യാതൊരു തടസ്സവും കൂടാതെ അവിടെ ഞങ്ങൾക്ക് വേണ്ട എല്ലാ കൃപയും ചെയ്തു തന്നു. അതോർത്തിന് നാമത്തെ സ്തുതിക്കുന്നു. അതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, സഭയായിട്ട് നൽകിയ നന്മകൾക്കായി ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. ഈ നല്ലൊരു കൂടിയവരവ് അവിടെ ഞങ്ങൾക്ക് തന്നുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കേട്ട വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. വരുത്തുന്നതിൽ ജീവിപ്പാൻ പ്രത്യേകം സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവരുടെ അനുഗ്രഹത്തോടെ ഞങ്ങളെ അയക്കണം. ഞങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവ് ഞങ്ങൾ കേട്ടുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ ഞങ്ങൾ ജീവിപ്പാൻ, കർത്താവിന് വിരോധമായ ഒന്നുമില്ലാത്ത തരത്തിൽ ഞങ്ങളുടെ ജീവിതം ക്രമീകരിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകം സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മകൾക്കായി വീണ്ടും സ്തോത്രം. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ ഏറ്റവും വിനയമായിട്ട് അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആശീർവാദത്തിന് മുമ്പായി നമുക്ക് ഒരടി പാട്ട് പാടാം. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുദേവനെ, സ്തുതിപ്പിൻ ലോകത്തിൻ ഭാരതനായി വന്ന ദൈവ കുഞ്ഞാടിനെ, സ്തുതിപ്പിൻ യേശുദേവനെ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുവേ, യേശു നാമത്തിനു ജയം, അല്ലേലല്ലാമവനാകലെ കളയുമേ, യേശു രാജാവിനോശന വല്ലഭ, രാജൻ വരും സർവവല്ലഭ, യേശു വരണമേ, സ്തുതിപ്പൻ യേശുദേവനെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നാം എല്ലാവരോടും കൂടെയും പ്രത്യേക വചനം ശുശ്രൂഷിച്ച ദൈവദാസനോട് കൂടെയും എല്ലാ വിശുദ്ധന്മാരുടെ കൂടെയും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ.